ورحمة الله وبركاته. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. ഷെയ്ഖ് മുഹമ്മദ് ഹിഷാം ത്വാഹിരി ഹഫിളഹുല്ലയുടെ മനാസിക്കുൽ ഹജ്ജ് വൽ ഉംറ സുആലുൻ വ ജവാബുൻ എന്ന ഗ്രന്ഥമാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇതിൽ പരാമർശിക്കുന്നത്. ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ച് മക്കത്ത് എത്തിക്കഴിഞ്ഞാൽ തവാഫ് ആണ് ആദ്യമായി ചെയ്യുന്ന കർമ്മം. തവാഫുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നാം വായിച്ചത്. തവാഫ് എങ്ങനെയാണ് ആരംഭിക്കേണ്ടതെന്നും ആദ്യം ചെല്ലുന്ന സമയത്തുള്ള തവാഫ് ഒന്നുകിൽ ഖുദൂമിന്റെ തവാഫായിരിക്കും, അല്ലെങ്കിൽ ഉംറയുടെ തവാഫായിരിക്കും. അവ രണ്ടിലും മുഹ്രിമ് ഇഹ്റാം ചെയ്തയാൾ ഇൽത്തിബാ നടത്തണം. വലത് തോൾ പ്രദർശിപ്പിക്കുന്ന നിലയിൽ മേൽമുണ്ട് അണിയണം. അതേപോലെ ആദ്യത്തെ 3 തവണകൾ റംല് നടക്കണമെന്നും പറഞ്ഞു. ഹജറുൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ടാണ് ആരംഭിക്കേണ്ടത്. കഴിയുമെങ്കിൽ, സാധിക്കുന്നില്ല എങ്കിൽ അതിൽ കൈകൊണ്ട് തൊടുകയും അതിന് മുത്തുകയും ചെയ്യാം. അതിനും സാധിക്കാത്ത പക്ഷം അതിലേക്ക് തിരിഞ്ഞു നിന്ന് കൈകൊണ്ട് ചൂണ്ടുകയും ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുകയും ചെയ്യണം. അങ്ങനെയാണ് ആരംഭിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഇനി 56-ാമത്തെ ചോദ്യം, മാ ഫദ്ലു ഇസ്തിലാമിൽ ഹജറിൽ അസ്വദ്. ഹജറുൽ അസ്വദ് ചുംബിക്കുന്നതിനെ അല്ലെങ്കിൽ അതിനെ തൊട്ട് മുത്തുന്നതിന്റെ ശ്രേഷ്ഠത എന്താണ് എന്നതാണ്. ഈ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഹദീസുകൾ അതിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജറുൽ അസ്വദിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, വല്ലാഹി ലയബ്അസന്നഹു അല്ലാഹു യൗമൽ ഖിയാമ. അല്ലാഹു ആണ് സത്യം, ഖിയാമത്ത് നാളിൽ അല്ലാഹു ഹജറുൽ അസ്വദിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്. ലഹു ഐനാനി യുബ്സിറു ബിഹിമാ. അതിന് 2 കണ്ണുകൾ ഉണ്ടാകും. ആ 2 കണ്ണുകൾ കൊണ്ട് അത് കാണുന്നതാണ്. വലിസാനു യംതുഖു ബിഹി. സംസാരിക്കുന്ന ഒരു നാവും അല്ലാഹു അതിന് നൽകും. യഷ്ഹദു അലാ മൻ ഇസ്തലമഹു ബിഹഖിൻ. സത്യസന്ധമായി അതിനെ ആരാണോ തൊട്ട് ചുംബിക്കുന്നവൻ അവന് വേണ്ടിയിട്ട് ഹജറുൽ അസ്വദ് സാക്ഷ്യം പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന സ്വീകാര്യയോഗ്യമായ ഹദീസാണ്. മറ്റൊരു ഹദീസിൽ ഇപ്രകാരമാണ്, അൽ ഹജറുൽ അസ്വദു മിനൽ ജന്ന. ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നുള്ളതാണ്. വകാന അശദ്ദ ബയാദൻ മിനൽ സൽജി. മഞ്ഞ് പാളികളെക്കാൾ ശക്തമായ വെളുപ്പുള്ളതായിരുന്നു ആ കല്ല്. ഹത്താ സവ്വദതുഹു ഖതായാ അഹ്ലി ശിർക്ക്. ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ പാപങ്ങൾ അതിനെ കറുപ്പിച്ചു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പൊ അതിന് ശ്രേഷ്ഠതയുണ്ട്. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാം. പക്ഷേ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ വേറെ ഒരാളെ ഉപദ്രവിക്കുക എന്നുള്ളത് എന്തല്ല, അനുവദനീയമായ കാര്യമല്ല, അത് നിഷിദ്ധമായ കാര്യമാണ്. എന്നാൽ തിരക്കൊഴിഞ്ഞിട്ട് അതിനെ മുത്തുക എന്നുള്ളത് സാധ്യവുമല്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തിരക്കുള്ളപ്പോഴും ഹജറുൽ അസ്വദിനെ മുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പരിക്കേറ്റതായിട്ടെല്ലാം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോ നമ്മുടെ കരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കാലുകൾ കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ ആ തിരക്കിൽ പെടുക എന്നുള്ളത് പാടില്ലാത്തതാണ്. എന്നാൽ അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. അതിന് ചുംബിക്കുന്നതിന് വലിയ ശ്രേഷ്ഠതകളുമുണ്ട്.
പുരുഷന്മാരുള്ളതായ സമയത്ത് സ്ത്രീകൾ അതിലേക്ക് പോവുക എന്നുള്ളത് പാടില്ലാത്തതുമാണ്. ഇനി ഹൽ യുസന്നു ഇസ്തിലാമു റുക്നിൽ യമാനി. റുക്നുൽ യമാനി എന്ന് പറഞ്ഞാൽ ഹജറുൽ തവാഫ് ചെയ്യുമ്പോൾ ഹജറുൽ അസ്വദിന് തൊട്ടു മുമ്പുള്ളതായ കോർണറാണ് റുക്നുൽ യമാനി എന്നത്. ഇതിനെ തൊടുന്നത് സുന്നത്താണോ എന്നുള്ളതാണ്. യുസന്നു ഇസ്തിലാമു റുക്നിൽ യമാനി അറുഖുനൽ യമാനി ഐദൻ ലിഖൗലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഹജറുൽ അസ്വദിന് തൊട്ടു മുമ്പുള്ളതായ കോർണർ റുക്നുൽ യമാനിയിലും സ്പർശിക്കുക എന്നുള്ളത് സുന്നത്താക്കപ്പെട്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മസ്ഹൽ ഹജറിൽ അസ്വദി വറുഖ്നൽ യമാനി, ഹജറുൽ അസ്വദിലും റുഖ്നൽ യമാനിയിലും സ്പർശിക്കുക എന്നത് യഹുത്താനിൽ ഖതായ ഹത്താ, അവ രണ്ടും പാപങ്ങളെ മായ്ച്ചു കളയുന്നതാണ്. ഒരു മായ്ച്ചു കളയും, അതായത് മായ്ച്ചു കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഊന്നി പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഇമാം അഹ്മദും അബ്ദുർ റസാഖും എല്ലാം ഉദ്ധരിക്കുന്നതായ ഹദീസാണ്. അപ്പൊ റുക്നുൽ യമാനിയിൽ സ്പർശിക്കാം, പക്ഷെ വലാ യുഖബ്ബിലു റുക്നുൽ യമാനി, റുക്നുൽ യമാനി എന്ത് ചെയ്യേണ്ടതില്ല, ചുംബിക്കേണ്ടതില്ല. വഇന്നമാ യഖ്തസിറു അലൽ ഇസ്തിലാമി ഇൻ അംകൻ, സാധിക്കുകയാണ് എങ്കിൽ അതിനെ വെറുതെ എന്ത് ചെയ്യുക, സ്പർശിക്കുക എന്നത് മാത്രമാണ് സുന്നത്ത്. വഇല്ലാ ഫലാ യുഷീറു വലാ യുകബ്ബിർ, ഇനി ഒരാൾക്ക് സ്പർശിക്കാൻ സാധിക്കുന്നില്ല, എന്നാൽ ഹജറുൽ അസ്വദിൽ കൈ ചൂണ്ടുന്നത് പോലെ അതിന്റെ നേരെ എന്ത് ചെയ്യേണ്ടതില്ല, കൈ ചൂണ്ടുകയോ അല്ലെങ്കിൽ തക്ബീർ ചൊല്ലുകയോ ചെയ്യേണ്ടതില്ല. സ്പർശിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, സ്പർശിച്ചാൽ മതി. അതല്ല എങ്കിൽ അവിടെ എന്തില്ല, വേറൊരു അമലുമില്ല. ഇദാ ലം യഖ്ദിർ അലാ ഇസ്തിലാം, അപ്പോ സ്പർശിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവിടെ തക്ബീർ ചൊല്ലുകയോ അതിലേക്ക് കൈ ചൂണ്ടുകയോ ചെയ്യേണ്ടതില്ല എന്നതാണ്. 58ാമത്തെ ചോദ്യം, ഹൽ യസ്തലിമു ഷൈഅൻ ഗൈറൽ ഹജറിൽ അസ്വദി വറുക്നിൽ യമാനി, ഹജറുൽ അസ്വദും റുക്നുൽ യമാനിയും അല്ലാത്ത വേറെ ഏതെങ്കിലും ഭാഗം കഅബയുമായി ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ അവിടെ ഉള്ളത് സ്പർശിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ധാരാളം ആളുകൾ പലതും ചെയ്യുന്നത് കാണാം. പക്ഷേ ലാ യുസന്നു വലാ യുശ്റഉ ഇസ്തിലാമു ഷൈഇൻ മിനൽ ബൈതി ഗൈറൽ ഹജറിൽ അസ്വദി വറുക്നുൽ യമാനി, റുക്നുൽ യമാനി അല്ലെങ്കിൽ ഹജറുൽ അസ്വദ് ഇതല്ലാത്തതായ ഒന്നിനെ തന്നെയും സ്പർശിക്കൽ ശർഅാക്കപ്പെട്ടിട്ടില്ല, നിയമമാക്കപ്പെട്ടിട്ടില്ല, സുന്നത്തുമല്ല. വലാ യസ്തലിമു റുക്നൈനിൽ ഷാമിയൈൻ, ഷാമിയൈൻ റുക്ന് അതിന് നേരെ ഓപ്പോസിറ്റുള്ള രണ്ട് കോർണറുകളാണ്, ഇവകളിൽ സ്പർശിക്കുക എന്നുള്ളത് സുന്നത്തല്ല. വലാ യംബഗി അൻ യതമസ്സഹ ബിശൈഇൻ മിൻ ജുദ്റാനിൽ ബൈതി ഔ കസാഇഹി, അതേപോലെ തന്നെ കഅബയുടെ ഭിത്തികൾ അല്ലെങ്കിൽ അതിൽ അണിയിച്ചിരിക്കുന്നതായ കിസ്വ ഇതുപോലുള്ള ഒന്നിനെയും സ്പർശിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. വലാ അൻ യൽതസിഖ ബിഹി, അതിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതും പാടില്ല. ഏതെങ്കിലും പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടോ മറ്റോ ശരീരത്തിലേക്ക് ചേർത്ത് വെക്കുക, സ്പർശിക്കുക, ഇത് പാടില്ലാത്തതാണ്. വഇന്നമാ യതൂഫു ഹൗലൽ ബൈത്ത്, അവൻ ചെയ്യേണ്ടത് കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യുക എന്നത് മാത്രമാണ്. വലാ യതമസ്സഹു ബിൽ മഖാമി വലാ ബിഗൈരിഹി മിനൽ മശാഹിർ, അതേപോലെ തന്നെ അവിടെ ഉള്ള മഖാം ഇബ്രാഹിം എന്നറിയപ്പെടുന്ന മഖാം, അതേപോലെ തന്നെ മറ്റുള്ള ഒരു കാര്യത്തിലും സ്പർശിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അത് ചെയ്യേണ്ടത് ശർഅാക്കപ്പെട്ട നിയമമാക്കപ്പെട്ട കാര്യമല്ല എന്നതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളിലാണ്. ഹജറുൽ അസ്വദിലും അതേപോലെ തന്നെ റുക്നുൽ യമാനിയിലുമാണ് സ്പർശിക്കൽ അനുവദനീയമായിട്ടുള്ളത്, സുന്നത്താക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്നും കൂടി പറയും ഇൻഷാ അല്ലാഹ് അടുത്ത ചോദ്യത്തില്. മാദാ യഖൂലു ബൈന റുക്നിൽ യമാനി വൽ ഹജറിൽ അസ്വദ്, ഇനി തവാഫിനിടയിൽ റുക്നുൽ യമാനിയിനും, റുക്നുൽ യമാനി എന്ന് പറയുന്നത് ഹജറുൽ അസ്വദ് തൊട്ട് മുമ്പുള്ളതായ കോർണറാണ്, അതിനും ഹജറുൽ അസ്വദിനും ഇടയിൽ ഒരാൾ തവാഫ് ചെയ്യുമ്പോൾ എന്താണ് പറയേണ്ടത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വാരിദായ വന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഇപ്രകാരമാണ്, റബ്ബന ആതിന ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വളരെ സമഗ്രമായ സുന്ദരമായ ഒരു പ്രാർത്ഥനയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, ദുനിയാവിലും നീ ഞങ്ങൾക്ക് നന്മ വരുത്തണം, ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മ നൽകണം, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണം. വളരെ പൊതുവായ എന്നാൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതായ വളരെ സുന്ദരമായ ഒരു പ്രാർത്ഥനയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. റുക്നുൽ യമാനിയിലും അതേപോലെ തന്നെ ഹജറുൽ അസ്വദിനും ഇടയിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. ഇനി മാദാ യഖൂലു ഫി തവാഫി, പൊതുവെ തവാഫിൽ എന്താണ് തവാഫ് ചെയ്യുന്ന ആൾ പറയേണ്ടത്? 60ാമത്തെ ചോദ്യം,
ലം യരിദ് അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഉൻ ഖാസുൻ ഫി ദുആഇ ഇല്ലാ മാ ബൈന റുക്നൈൻ. റുക്നുൽ യമാനിക്കും ഹജറുൽ അസ്വദിനും ഇടയിലുള്ള ഈ പ്രാർത്ഥനയല്ലാതെ വേറെ ഒരു പ്രാർത്ഥനയും എന്ത് ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. വഇന്നമാ യംബഗി മുത്ലഖു ദുആ, എന്നാൽ ചെയ്യേണ്ടത് കേവലം ദുആ ചെയ്യുക എന്നുള്ളതാണ്, നിരുപാധികം ദുആകൾ ചെയ്യുക. അതേപോലെ തന്നെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക, വഖിറാഅത്തുൽ ഖുർആൻ, അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുക, ഇതെല്ലാമാണ് ചെയ്യേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തവാഫു ബിൽ ബൈത്തി സ്വലാത്തുൻ, അത്തവാഫു ബിൽ ബൈത്തി സ്വലാത്തുൻ, കഅബയെ തവാഫ് ചെയ്യുന്ന നമസ്കാരമാണ്. ഫഅഖില്ലു മിനൽ കലാം, അതുകൊണ്ട് മറ്റുള്ള സംസാരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. നമസ്കാരത്തിൽ എന്താണ് ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യും, അതിൽ ദിക്റുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. അതേപോലെ തവാഫിലും നിങ്ങൾ എന്ത് ചെയ്തോ, ഖുർആനും അതേപോലെ തന്നെ ദിക്റുകളും പ്രാർത്ഥനകളും നടത്തിക്കൊണ്ട് നമസ്കാരം പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമസ്കാരത്തിൽ ചൊല്ലുന്ന കാര്യങ്ങൾ എവിടെയുമാകാം, തവാഫിന്റെ വേളയിലാകാം. ഇന്നത് വേണമെന്ന് എന്ത് ചെയ്തിട്ടില്ല, പ്രത്യേകമായി പരാമർശിച്ചിട്ടില്ല. അപ്പോ മറ്റുള്ള സംസാരങ്ങൾ കുറയ്ക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമസ്കാരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം എന്നർത്ഥം. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ്, അത്തവാഫു ബിൽ ബൈത്തി സ്വലാത്തുൻ, കഅബയെ തവാഫ് ചെയ്യുന്ന നമസ്കാരമാണ്. ഇല്ല അന്നല്ലാഹ അഹല്ല ഫീഹിൽ മന്തിഖ്, എന്നാൽ തവാഫിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സംസാരം അല്ലാഹു അനുവദിച്ചു നൽകിയിട്ടുണ്ട്. ഫമൻ നതഖ ഫീഹി ഫലാ യൻതിഖു ഇല്ലാ ബിഖൈരിൻ, അതിൽ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നല്ലതല്ലാതെ സംസാരിക്കാതിരിക്കട്ടെ. അപ്പൊ നല്ലത് എന്ത് ചെയ്യാം, സംസാരിക്കാം. അപ്പോ ദിക്റുകൾ, ദുആകൾ, പ്രാർത്ഥനകൾ. ഇനി ആവശ്യത്തിന് മറ്റുള്ള ഏതെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചാൽ അതും എന്തില്ല, കുഴപ്പമില്ല. മറ്റുള്ള നമസ്കാരത്തിന് പുറമേയുള്ള ഒന്നും സംസാരിക്കാൻ പാടില്ല. എന്നാൽ തവാഫിൽ അള്ളാഹു സംസാരം എന്ത് ചെയ്തിട്ടുണ്ട്, അനുവദിച്ചു നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ കൂടെ ഉള്ളയാളോട് സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൂടുതലുമായിട്ടും അവൻ എന്താണ് ചെയ്യേണ്ടത്, ദിക്റുകളിലും അതുപോലെ തന്നെ ഖുർആൻ പാരായണവും ദുആകളുമാണ് ചെയ്യേണ്ടത്. ഫയംബഗി അലൽ ഇൻസാനി അൻ യഖൂല മാ യുരീദുഹു മിൻ ഖൽബിഹി, അപ്പൊ ചെയ്യേണ്ട കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാൾ എന്താണോ അവന്റെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ, ഹൃദയത്തിൽ നിന്ന് അവൻ എന്ത് ചെയ്യുക, അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കുക, പറയുക എന്നുള്ളതാണ് അനിവാര്യമായിട്ടുള്ളത്. ലാ അൻ യക്തഫി ബിമാ യഖറഉഹു മിൻ സ്വഹീഫ ഔ കുതൈബ്, എന്ത് പാടില്ലാത്തതാണ്, ഒരാൾ ഏതെങ്കിലും ഏടുകളിലോ അതല്ലെങ്കിൽ ചെറിയ ലഘുലേഖകളിലോ അതിൽ കൈവച്ചിട്ട് അതിലുള്ള കാര്യങ്ങൾ മാത്രം പറയുക, ഇതിൽ മതിയാക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. വദാലിക ഹത്താ യകൂനൽ ഖൽബു വൽ ലിസാനു വൽ ഇൽഹാഉ ഹാദിറ, കാരണം ഏതെങ്കിലും പുസ്തകങ്ങളിൽ നോക്കി വായിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ ചൊല്ലിത്തരുന്നു, മറ്റുള്ള ആളുകൾ ഏറ്റുപറയുന്നു, ഇത് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയില്ല. ഹൃദയ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിനോട് താണുകേണ് പറയുമ്പോൾ നാവും ഹൃദയവും എല്ലാം എന്ത് ചെയ്യേണ്ടതുണ്ട്, യോജിച്ചു വരേണ്ടതുണ്ട്. ഇതിന് എന്താണോ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, ഇത് അള്ളാഹുവിനോട് ചോദിക്കുക. ഓരോ ആളുകൾക്കും ആവശ്യങ്ങളുണ്ടാകാം. ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള പൊതുവായ ചില പ്രാർത്ഥനകളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന അങ്ങനെയുള്ള പൊതുവായ പ്രാർത്ഥനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒരു മനുഷ്യന്റെ ദുനിയാവിലും ആഖിറത്തിലുമുള്ള സകല കാര്യങ്ങളും അള്ളാഹു സാധൂകരിച്ചു കൊടുക്കാൻ, രക്ഷപ്പെടുത്തി കൊടുക്കാൻ ഉതകുന്നതായ പ്രാർത്ഥനകളാണ്. അതാണ് ഏറ്റവും നല്ല പ്രാർത്ഥനകൾ. ഇനി അതല്ലാത്ത ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ത് ചെയ്യാം, അള്ളാഹുവിനോട് പറയാം. ഇങ്ങനെ സ്വന്തം ഹൃദയത്തിലുള്ള കാര്യങ്ങളാണ് ഒരാൾ ചോദിക്കേണ്ടത്. നേരെ മറിച്ച് ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ ഖുർആനിലോ സുന്നത്തിലോ തീരെ പരിചിതമല്ലാത്ത ചില വാക്യങ്ങളായിരിക്കാം. അത് പറയുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം എന്താണ്, അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ പഠിക്കുക. അത് ഹൃദയമറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഉറക്കെ പറയുന്നുണ്ടാകാം പല ദിക്റുകളും. ഇങ്ങനെ ഉറക്കെ പറയുന്നത് മുഖേന മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തലുമാണത്. വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളൊരു ഇബാദത്ത് ചെയ്യുന്നു, അത് മറ്റുള്ളവർക്ക് പ്രയാസമാണ് എങ്കിൽ അത് വലിയ അപകടമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫിൽ പ്രാർത്ഥിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന ഈ പ്രാർത്ഥനയാണ്, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫിന്റെ വേളയിൽ ഉറക്കെ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ട് ഒന്നുണ്ടാകും, അത് രേഖപ്പെടുത്തപ്പെടും. കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് രേഖപ്പെടുത്തുമായി, ഇന്ന പ്രാർത്ഥനകൾ നബി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് വരുമായിരുന്നു. സഹാബികൾ അത് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം താഴ്ത്തിയാണ് പ്രാർത്ഥിച്ചിരുന്നത്
എന്നാണ് അത് മനസ്സിലാക്കി തരുന്നത്. എന്നാൽ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ, ഇത് സ്വഹാബികൾ കേട്ടിട്ടുണ്ട്, അത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ശബ്ദം താഴ്ത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നതാണ് വേണ്ടത്. 61-ാമത്തെ ചോദ്യം, ഹൽ യജൂസു ഇൽതിസാമുൽ മുൽതസം, മുൽതസമിനെ എന്ത് ചെയ്യുക, അതിനെ മുറുകെ പിടിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. മുൽതസം എന്ന് പറഞ്ഞാൽ യജൂസു ലിൽ ഹാജി വൽ മുഅ്തമരി അൻ യൽതസിമൽ മുൽതസം, മുൽതസമിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഹജ്ജ് ചെയ്യുന്നവനും ഉംറ ചെയ്യുന്നവനും അനുവദനീയമാണ്. മുൽതസം എന്ന് പറഞ്ഞാൽ മാ ബൈന റുക്നിൽ ലദീ ഫീഹിൽ ഹജറുൽ അസ്വദ് വതർഫിൽ ബാബിൽ ഐമൻ, ഹജറുൽ അസ്വദിന്റെയും കഅബയുടെ വാതിലുണ്ട്, ആ വാതിലിന്റെയും ഇടയിലുള്ളതായ ഭാഗത്തിനാണ് മുൽതസം എന്ന് പറയുന്നത്. അപ്പോ തവാഫ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് സാധാരണ തവാഫ് ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വാതിലിന്റെ മുന്നിലൂടെയാണ് പോകുന്നത്. തവാഫ് ചെയ്യുന്ന വേളയിലല്ല ഇത് ചെയ്യുന്നത്, ഒന്നുകിൽ തവാഫ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിന് ശേഷം. ഈ പറയുന്ന സ്ഥലത്ത്, അതായത് ഹജറുൽ അസ്വദിന്റെയും വാതിലിന്റെയും ഇടയിലുള്ളതായ സ്ഥലത്ത് അതിനെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? അത് ചെയ്യേണ്ട രൂപം ഇപ്രകാരമാണ്: ഫയദഉ സദ്റഹു വവജ്ഹഹു, അവന്റെ നെഞ്ച്, അവന്റെ മുഖം, വദിറാഇഹി അലൈഹി, അതേപോലെ തന്നെ കൈയിന്റെ ഈ തണ്ട ഇത് അതിന്റെ മേൽ ഇങ്ങനെ വെക്കുക. വയദ്ഉ വയത്ലുബ്, എന്നിട്ട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് കാര്യങ്ങൾ അപേക്ഷിക്കുക. വഖദ് സബത ദാലിക അൻ ബഅദ് സ്വഹാബത്തി റളിയല്ലാഹു അൻഹും, സ്വഹാബികൾ അങ്ങനെ ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. പല സ്വഹാബികളും പല കാര്യങ്ങളും അങ്ങനെ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ അത് നിറവേറിയതായിട്ടും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ അത് സ്വഹാബികളിൽ നിന്ന് വന്നിരിക്കുന്നതായ ഒരു സുന്നത്താണ്. മുൽതസമിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക, ദുആ ചെയ്യുക. അതിനും അവിടെ സാധിക്കുന്നില്ല എങ്കിൽ കുറച്ച് ദൂരെ മാറി നിന്നാണെങ്കിലും ആ ഭാഗത്ത് ദുആ ചെയ്താലും മതിയാകുമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ചില ഉലമാക്കൾ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹജറുൽ അസ്വദിൽ സ്പർശിക്കൽ, അതേപോലെ തന്നെ റുക്നുൽ യമാനിയിൽ ഈ പറയുന്ന മുൽതസമിൽ സ്പർശിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സുന്നത്ത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എങ്കിലും സ്വഹാബികളിൽ നിന്ന് ആ സുന്നത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 62-ാമത്തെ ചോദ്യം, മാദാ യഫ്അലു ഇദാ ശക്ക ഫീ അദദി അശ്വാതിഹി, ഒരാൾ തവാഫ് ചെയ്യുന്നു, അങ്ങനെ ഈ തവണകളുടെ കാര്യത്തിൽ എന്ത് ചെയ്തു, അവന് സംശയം വന്നു, 3ആണോ ചെയ്തത് അതല്ല 4ആണോ ചെയ്തത്, ഇങ്ങനെ സംശയം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇദാ ശക്ക ഫീ അദദി അശ്വാതി തവാഫി വഹുവ ലാ സാല ഇൻദൽ ബൈതി, ഒരാൾക്ക് ഇങ്ങനെ സംശയം വരുമ്പോൾ അവൻ കഅബയുടെ അടുക്കൽ തന്നെയാണ് ഉള്ളത് എങ്കിൽ ഫൽ യബ്നി അലാമ ഇസ്തയഖൻ, അവൻ ഉറപ്പുള്ളതിന്റെ മേൽ അവൻ പിടിക്കട്ടെ. അപ്പോ 5-ാമത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംശയം, ഞാൻ 4ആണോ ചെയ്തതല്ല 5ആണോ, ഇവിടെ 4 ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്, 5 ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് സംശയം. അങ്ങനെ ഉറപ്പുള്ളത് 4 ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ 4ആണ് എന്ന് കണക്കാക്കി കൊണ്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ളത് പൂർത്തിയാക്കുക. അപ്പൊ ഉറപ്പുള്ളതിനെ കൊണ്ട് പിടിക്കുക. സംശയത്തെ യഖീൻ കൊണ്ട് എന്ത് ചെയ്യണം, മുറിച്ചു കളയണം, ഉറപ്പ് കൊണ്ട് മുറിച്ചു കളയണം. ഇനി അമ്മ ഇദാ കാന ശക്വ വാലിദൻ ബഅദൽ ഇന്തിഹാഇ മിന തവാഫ്, ഒരാൾ തവാഫ് എല്ലാം കഴിഞ്ഞു, അങ്ങനെ അവിടെ നിന്ന് വിട്ടതിന് ശേഷം പിന്നീടാണ് എന്ത് ചെയ്യുക, ഇവന് സംശയം വരുന്നത് എങ്കിൽ ഫഇന്ന ശക്ക ഫിൽ ഇബാദാതി ബഅദൽ ഇന്തിഹാഇ മിൻഹാ ഗൈറു മുഅ്തബർ, ഏതൊരു ഇബാദത്തിലും അത് പൂർണ്ണമായി തീർന്നതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യാണ്, ഉണ്ടാകുന്നതായ സംശയങ്ങൾ അത് പരിഗണിക്കപ്പെടുന്നതല്ല. വഹുവ മിൻ വസ്വാസി ശൈത്വാൻ, അത് ശൈത്വാനിന്റെ വസ്വാസുകളിൽപ്പെട്ടതാണ് എന്നുള്ളതാണ്. അപ്പൊ ചെയ്യുന്നതിനിടയിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യുക, ഉറപ്പ് കൊണ്ട് പിടിക്കുക എന്നുള്ളതാണ് അവൻ ചെയ്യേണ്ടത്. 63-ാമത്തെ ചോദ്യം, മാദാ യഫ്അലു ഇദാ ഇൻതഹാ മിനൽ അശ്വാത്തി സബ്അ, ഇങ്ങനെ 7 പ്രാവശ്യം കഅബയെ തവാഫ് ചെയ്തു, എന്നാൽ പിന്നെ അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? ഇതിനുശേഷം ചെയ്യേണ്ടത് യുഗത്തി കത്ഫഹു അൽ ഐമൻ ഇദൻതഹാ മിനൽ അശ്വാത്തി സബ്അ, 7 പ്രാവശ്യം പൂർത്തിയാക്കിയാൽ ആദ്യം ചെയ്യേണ്ടത് അവന്റെ വലത് തോൾ അവൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്, അത് ആദ്യം തന്നെ എന്ത് ചെയ്യുക, മൂടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തന്നെ തവാഫ് തുടങ്ങിയപ്പോഴാണ് അതിന് വെളിപ്പെടുത്തിയത്, തവാഫ് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യുക, അത് മൂടുക എന്നുള്ളതാണ്. സുമ്മ യതവജ്ജഹു ഇലാ മഖാമി ഇബ്രാഹിം അലൈഹിസ്സലാം, പിന്നീട് നേരെ മഖാമു ഇബ്രാഹിമിന്റെ അടുക്കലേക്ക് പോവുക. വയഖറഉ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല എന്ന ആയത്തിനെ അവൻ പാരായണം ചെയ്യണം. സുന്നത്തായ കാര്യമാണ്, നിർബന്ധമായ കാര്യമൊന്നുമല്ല. വയജ്അലുൽ മഖാമ ബൈനഹു വബൈനൽ കഅബ, എന്നിട്ട് ഈ മഖാമിനെ അവന്റെയും കഅബയുടെയും എന്ത് ചെയ്യുക, ഇടയിലാക്കി നിർത്തുക. അപ്പോ കഅബ മഖാമ് അതിന് പിന്നിലായിട്ട് എന്ത് ചെയ്യുന്നു, ഇവൻ നിൽക്കുന്നു.
ثم يصلي ركعتين എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കുക. യഖറഉ ഫിൽ ഊലാ ബഅദൽ ഫാത്തിഹത്തി ഖുൽ യാ അയ്യുൽ കാഫിറൂൻ. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂൻ, രണ്ടാമത്തേതിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് ഇത് പാരായണം ചെയ്യുക. ഇതാണ് സുന്നത്തായ രീതി. എന്നാൽ വഇദാ ലം യതയസ്സർ ലഹു ദാലിക, ഒരാൾക്ക് അതിന് സാധ്യമല്ല, ആ ഭാഗത്ത് നല്ല തിരക്കുണ്ടാവും സ്വാഭാവികമായിട്ടും, എങ്കിൽ സ്വല്ലാ ഫി അയ്യി മകാനിൻ റക്അത്തയ തവാഫ്, തവാഫിന്റെ ഈ 2 റക്അത്ത് ഏത് സ്ഥലത്തും നമസ്കരിക്കാം. പള്ളിയിൽ ധാരാളം വിശാലമായ സ്ഥലമുണ്ട്, എവിടെയെങ്കിലും പോയിട്ട് എന്ത് ചെയ്താൽ മതി, നമസ്കരിച്ചാൽ മതി. അതല്ല എങ്കിൽ ഈ മഖാം ഇബ്രാഹിമിന്റെ പിന്നിലായി തന്നെ കുറച്ച് ബാക്കോട്ട് നീങ്ങി കഴിഞ്ഞ് എന്ത് ചെയ്യും, മസ്ജിദിൽ സ്ഥലമുണ്ടാകും, അവിടെ പ്രത്യേകം സ്ഥലം സൗകര്യം ചെയ്തിട്ടുമുണ്ട്, അവിടെ നമസ്കരിക്കാവുന്നതാണ്. അവിടെ പോയിട്ട് എന്ത് ചെയ്യേണ്ട, തിരക്കുണ്ടാക്കി ഒരു സ്വസ്ഥതയില്ലാത്ത നമസ്കാരം എന്ത് ചെയ്യേണ്ടതില്ല, നമസ്കരിക്കേണ്ടതില്ല. സാധ്യമാകുന്ന രീതിയിൽ എവിടെയെങ്കിലും പോയി എന്ത് ചെയ്താൽ മതി, നമസ്കരിച്ചാൽ മതി എന്നുള്ളതാണ്. 64 മാദാ യഫ്അലുൽ മുഹരിമു ബഅദൽ ഇന്തിഹാഇ മിൻ റക്അത്തയ തവാഫ്. തവാഫിന്റെ 2 റക്അത്ത് നമസ്കരിച്ചു, എന്നാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ബഅദൽ ഫറാഗ് മിന സ്വലാത്തി യദ്ഹബു ഇലാ സംസം, അതിനുശേഷം അവൻ സംസമിന്റെ അടുക്കലേക്ക് പോകണം. ഫയശ്റബു മിൻഹ, എന്നിട്ട് അതിൽ നിന്ന് കുടിക്കണം. വയസുബ്ബു അലാ റഅസി, വേണമെങ്കിൽ അവന്റെ തലയിലേക്ക് എന്ത് ചെയ്യാം, അത് ചൊരിയാം. സുമ്മ യതവജ്ജഹു ഇലാ സഫ, അതിനുശേഷം സഫയിലേക്ക് പോകണം. ഇതാണ് സുന്നത്തായ രീതി. അപ്പോ തവാഫ് കഴിഞ്ഞു, 2 റക്അത്ത് നമസ്കരിച്ചു, ശേഷം എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസം കുടിക്കുമായിരുന്നു, വയറു നിറയെ കുടിക്കുമായിരുന്നു, ശേഷം തലയിൽ അത് ചൊരിയുമായിരുന്നു. ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം ചില സ്ഥിരപ്പെട്ട റിപ്പോർട്ടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറുൽ അസ്വദിനെ പോയി ചുംബിച്ചതായിട്ട് ചില റിവായത്തുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്, അതും ആകാവുന്നതാണ്. 65ാമത്തെ ചോദ്യം, ഹൽ ലിമാഇ സംസം ഫദ്ലുൻ ഖാസുൻ, മാഉ സംസമിന് എന്തെങ്കിലും ശ്രേഷ്ഠതയുണ്ടോ എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ അതിന്റെ ശ്രേഷ്ഠത പറയുന്ന ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാഉ സംസം ലിമാ ശുരിബ ല, ഏതൊരു ഉദ്ദേശത്തിനാണോ സംസം കുടിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഉദ്ദേശം എന്ത് ചെയ്യപ്പെടും, സാധൂകരിക്കപ്പെടും. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഇന്നഹാ മുബാറക ഇന്നഹാ തആമു തുഅം, അത് അനുഗ്രഹീതമാണ്, അനുഗ്രഹം ബറക്കത്തുടയതാണെന്ന് പറഞ്ഞ ധാരാളം നന്മകൾ ഉള്ളതാണ് എന്നാണ്. എണ്ണിയാലൊടുങ്ങാത്ത നന്മകളുണ്ട്, അത് വിശക്കുന്നവന് ഭക്ഷണമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ രോഗത്തിന് ശമനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർദി മാഉ സംസം, ഭൂമുഖത്തുള്ള ഏറ്റവും ഖൈറായ വെള്ളം മാഉ സംസമാണ്. ഫീഹി തആമുൻ മിന ത്വഅനി വശിഫാഉൻ മിന സുഖം, വിശക്കുന്നവനുള്ള ഭക്ഷണം അതിലുണ്ട്, അതേപോലെ തന്നെ രോഗിക്കുള്ളതായ മരുന്നും ചികിത്സയും അതിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സ്ഥിരപ്പെട്ടിരിക്കുന്നതായ ഹദീസുകൾ ഈ വിഷയത്തിൽ അതിന്റെ ശ്രേഷ്ഠതയായി വന്നിട്ടുണ്ട്. സംസം എന്ത് ചെയ്യാം, ധാരാളം കുടിക്കാം, അത് വലിയ ഖൈറുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിന് ചില റിവായത്ത് ചോദ്യോത്തരങ്ങൾ ശേഷം പിന്നീട് വരുന്നുണ്ട്. ഇനി തവാഫ് കഴിഞ്ഞാൽ പിന്നീട് ഒരാൾ ചെയ്യേണ്ട സായി ചെയ്യുക എന്നുള്ളതാണ്. മഅസ്സായിൻ, സായിയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. മാദാ യഖൂലുൽ മുഹരിമു ഇദാ ഖറബ മിന സഫ, തവാഫ് കഴിഞ്ഞു, സംസം കുടിച്ചു, പിന്നീട് നേരെ സഫയിലേക്കാണ് പോകുന്നത്. അതിനോട് അടുത്ത് കഴിഞ്ഞാൽ എന്താണ് ഇഹ്റാം ചെയ്തയാൾ പറയേണ്ടത്? ഇങ്ങനെ ഒരാൾ സഫ മർവയെ ഉദ്ദേശം വെച്ച് സായി ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിൽ പോകുമ്പോൾ യബ്ദഉ ബിസ്സഫ, ഒന്നാമതായിട്ട് ആരംഭിക്കേണ്ടത് സഫ കൊണ്ടാണ്. അങ്ങനെ അതിലേക്ക് അടുക്കുമ്പോൾ അവൻ ഇപ്രകാരം പാരായണം ചെയ്യണം, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ, സഫയും മർവയും അല്ലാഹുവിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഫമൻ ഹജ്ജൽ ബൈത അവ അതമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ, കഅബയെ ഒരാൾ ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉംറ നിർവഹിക്കുകയാണെങ്കിൽ അതിൽ തവാഫ് ചെയ്യുക എന്നുള്ളത് ഒരാൾക്ക് തെറ്റുള്ള കാര്യമല്ല, അത് ഒരാൾക്ക് ചെയ്യാവുന്നതാണ്. വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം, ഒരാൾ ഐച്ഛികമായിട്ട് അല്ലാഹുവിന് ഇബാദത്തുകൾ ചെയ്യുകയാണെങ്കിൽ, തവാഫുകൾ അധികരിപ്പിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്, അവൻ ഷാക്കിറാണ്, നന്ദി രേഖപ്പെടുത്തുന്നവനാണ് എന്നുള്ള ഈ ആയത്ത് ഒരാൾ പാരായണം ചെയ്യുക. അതിനുശേഷം വയഖൂൽ അബ്ദഉ ബിമാ ബദ അല്ലാഹു ബി, അല്ലാഹു ആരംഭിച്ചത് കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്ന് പറയുക. അപ്പൊ അല്ലാഹു ആരംഭിച്ച സഫ കൊണ്ടാണ്, ഇന്ന സഫ വൽ മർവ എന്നാണ് അല്ലാഹു പറഞ്ഞത്. ആദ്യം സഫയാണ് പറഞ്ഞത്, അതുകൊണ്ട് അല്ലാഹു ആരംഭിച്ച സഫ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഫയുടെ അടുക്കലേക്ക് സഫയിലേക്ക് പ്രവേശിക്കാൻ ആരംഭിക്കുക. അപ്പൊ അടുക്കുമ്പോഴാണ് ഇത് പറയേണ്ടത്. അങ്ങനെ അതിലേക്ക് പ്രവേശിക്കുക. ഹത്താ യറൽ ബൈത്ത, അങ്ങനെ മുകളിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, കഅബ കാണും.
കഅബ കാണുമ്പോൾ ഫയസ്തഖ്ബിലുൽ കഅബ, കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കുക. ഫയുവഹിദുല്ലാഹ വയുകബ്ബിറു, തഹ്ലീലുകൾ പറയുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബറുകൾ പറയുക. വയഖൂൽ, എന്നിട്ട് അവൻ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ എന്നുള്ള പ്രാർത്ഥന പറയണം. ഇത് വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. ഏത് പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകപ്പെടാൻ ഏറ്റവും നല്ലത് തൗഹീദ് എന്ത് ചെയ്യുക, ഇടക്കിടക്ക് മുറുകെ പിടിക്കുക, അത് ഉറപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന ധാരാളം ഹദീസുകളിൽ കാണാം, പ്രയാസമുള്ള സമയത്ത് ഉത്തരം നൽകപ്പെടുന്ന ദുആകളിലെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് കാണാൻ സാധിക്കും. ഇത് തൗഹീദിന്റെ മഹത്വമാണ്. ഈ പ്രാർത്ഥന പറഞ്ഞതിന് ശേഷം യഖൂലു ഹാദാ ദിക്രി 3 മറات, ഇത് 3 പ്രാവശ്യം അവിടുന്ന് പറയണം. വയദുഉ ബൈന ദാലിക, ആ 3 പ്രാവശ്യത്തിന്റെ ഇടയിൽ എന്ത് ചെയ്യണം, അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. റാഫിഅൻ യദൈഹി മുസ്തഖ്ബിലൻ അൽ ബൈത്ത്, 2 കരങ്ങളും ഉയർത്തണം, ഖിബലയിലേക്ക് തിരിഞ്ഞു നിൽക്കണം. നമ്മൾ പറഞ്ഞു, ഹജ്ജിന്റെ വേളകളിൽ ഉത്തരം നൽകപ്പെടുന്ന ചില സന്ദർഭങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് എന്ത്, സഫയുടെ മുകളിൽ ഈ രീതിയിൽ പ്രാർത്ഥിക്കുക, ദിക്ർ പറയുക, കരങ്ങൾ 2 ഉയർത്തുക, ഖിബലയ്ക്ക് തിരിഞ്ഞു നിൽക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. ഹൃദയം അറിഞ്ഞുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ദീർഘനേരം പ്രാർത്ഥിക്കാം. ചിലപ്പോ അവിടെയുള്ള നിയമപാലകരെന്ത് ചെയ്യും, സമയം ദീർഘമായി നിൽക്കുമ്പോൾ പറഞ്ഞുവിടും. അപ്പൊ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. എങ്കിലും എന്ത് ചെയ്യണം, നടക്കുമ്പോഴാണെങ്കിലും എല്ലാം പ്രാർത്ഥിക്കണം. പരമാവധി എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന രീതിയിൽ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, അവിടെ നിന്ന് മർവയിലേക്ക് പോവുക. ഇങ്ങനെ സഈ ചെയ്യുമ്പോൾ ശുദ്ധി ഉണ്ടാകൽ ഷർത്താണോ അതിന്റെ? അതാണ് അടുത്ത ചോദ്യം. അൽ അഫ്ളു അൻ യസ്അൽ മുഹരിമു വഹുവ അലാ ത്വഹാറത്തിൻ കാമില, ഏറ്റവും ശ്രേഷ്ഠമായത് പരിപൂർണ ശുദ്ധിയിൽ സഈ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ വലാകിൻ ലാ യുഷ്തറതു ദാലിക്, അതെന്തല്ല, സഈ സ്വഹീഹാകാനുള്ളതായ നിബന്ധനകളിൽപ്പെട്ടതൊന്നുമല്ല. ഫഇൻ അഹദഥ ലഹു അൻ യുകമ്മില സഅയഹു ബിദൂനി വുദൂഇൻ, ഇനി ഒരാൾ ശുദ്ധിയിലാണ് സഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനിടയിൽ വുദൂ മുറിഞ്ഞുപോയി, എന്നാലും അവനെന്ത് ചെയ്യാം, സഈ പൂർത്തിയാക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. സഈ എന്ത് ചെയ്യാം, പൂർത്തിയാക്കാം, വുദൂ ഇല്ലാതെ പൂർത്തിയാക്കുന്നതിന് കുഴപ്പമില്ല എന്നതാണ്. 68ാമത്തെ ചോദ്യം, മാദാ യഫ്അലു ബൈനൽ മൈലൈനിൽ അഖ്ദറൈൻ, സഫ മർവയുടെ ഇടയിൽ താഴ്വരയിൽ പച്ച 2 അടയാളങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ എന്താണ് ഒരാൾ പ്രവർത്തിക്കേണ്ടത്? യംഷി അസ്സാഇ മഷ്യൻ ആദിയൻ ഹത്താ ഇദാ ബലഗ അസ്ഫൽ വാദി അൽ മഅറൂഫ് അൽആൻ ബിൽ അലമൈൻ അൽ അഖ്ദറൈൻ. ഇങ്ങനെ അറിയപ്പെട്ടിരിക്കുന്ന പച്ച അടയാളങ്ങൾ എന്നറിയപ്പെട്ടിരിക്കുന്ന ഈ താഴ്വരയുടെ താഴ്ഭാഗത്ത് എത്തുന്നത് വരെയും ഒരാൾ സാധാരണ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, നടക്കേണ്ടത്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് മുതൽ 2ാമത്തേത് വരെയും വളരെ ശക്തമായിട്ട് എന്ത് ചെയ്യണം, ഓടി സഈ ചെയ്യേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യഖ്തഅഹു ഇല്ലാ ശദ്ദ, വളരെ ശക്തമായിട്ടല്ലാതെ അതിനെ മുറിച്ച് കടന്നിട്ടില്ല. നല്ല സ്പീഡിൽ എന്ത് ചെയ്യുമായിരുന്നു, അത് മുറിച്ച് കടക്കും, പുരുഷനെ സംബന്ധിച്ചിടത്തോളം. വറൂയ അൻ ബഅദ് സലഫി അന്നഹും കാനൂ യഖൂലൂന ഫി സഈ, മറ്റൊരു കാര്യം, സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട് ഈ വിഷയത്തിൽ. റബ്ബിഗ്ഫിർ വർഹം ഇന്നക വഅന്തൽ അഅസ്സുൽ അക്രം എന്നൊരു പ്രാർത്ഥന. നമ്മൾ തവാഫിന്റെ വേളയിൽ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ എന്ന പ്രാർത്ഥന വന്നതുപോലെ സലഫുകളിൽ നിന്ന്, സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന സഈന്റെ ഇടയിൽ വന്നിരിക്കുന്ന ഏക പ്രാർത്ഥന ഇതാണ്, റബ്ബിഗ്ഫിർ വർഹം വഅന്തൽ അഅസ്സുൽ അക്രം. ഓരോ സഈന്റെ ഇടയിലും പ്രത്യേക പല പ്രാർത്ഥനകളുമായിട്ട് ആളുകൾ എത്തും. തവാഫിൽ അങ്ങനെ കാണാൻ തന്നെ സാധിക്കും. 1ാമത്തെ തവാഫിൽ ഇന്ന പ്രാർത്ഥന, 2ാമത്തേതിൽ ഇന്നത്, 3ാമത്തെ ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹാബികളിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നതല്ല. സഈലും അപ്രകാരം തന്നെ. എന്നാൽ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന, നേരത്തെ പറഞ്ഞിരിക്കുന്നതാണ്, സ്വഹാബികളിൽ നിന്നും അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന പ്രാർത്ഥനകൾ എന്ത് ചെയ്താൽ മതി, നാം ഉപയോഗിച്ചാൽ മതി. അങ്ങനെ സഈൽ വന്നിരിക്കുന്ന ഒന്നാണ് ഇത്, റബ്ബിഗ്ഫിർ വർഹം വഅന്തൽ അഅസ്സുൽ അക്രം എന്നുള്ളതായ പ്രാർത്ഥന. സുമ്മ യംഷി ഇലാ അൻ യസില ഇലൽ മർവ, അങ്ങനെ ആ അടയാളം കഴിഞ്ഞ പിന്നെ മർവ എത്തുന്നത് വരെയും സാധാരണ രീതിയിൽ നടക്കുക. 69ാമത്തെ ചോദ്യം, ഇദാ വസല ഇലൽ മർവതി മാദാ യഫഅൽ, മർവയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? മർവയിൽ എത്തിക്കഴിഞ്ഞാൽ മർവയിലേക്ക് അവൻ പ്രവേശിക്കണം. അവിടെയും കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കണം. എന്നിട്ട് തക്ബീറുകൾ പറയണം, തഹ്മീദുകൾ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹുകൾ പറയണം. അതിനുശേഷം വയഖൂലു വയദ്ഉ ഫീഹി,
അവിടെയും നേരത്തെ പറഞ്ഞിരിക്കുന്നതായ പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പറയണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ഇടയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. സുമ്മ യർജിഉ ഇല സ്വഫാ കമാ ദഹബ, എന്നിട്ട് എങ്ങനെയാണോ മർവയിലേക്ക് പോയത് അതേപോലെ തന്നെ അതേ രീതിയിൽ എന്ത് ചെയ്യുക? സ്വഫയിലേക്ക് വീണ്ടും മടങ്ങുക എന്നുള്ളതാണ്. ഇതും ദുആക്കുത്തരം നൽകപ്പെടുന്ന ഹജ്ജിന്റെ വേളകളിലെ ദുആക്കുത്തരം നൽകപ്പെടുന്ന സ്ഥലമാണ്. മർവയുടെ മുകളിലും ഇങ്ങനെ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക എന്നുള്ളത്. വദിഹാബുഹു മിന സ്വഫാ ഇലൽ മർവത്തി ശൗത്തുൻ, സ്വഫയിൽ നിന്ന് മർവയിലേക്കുള്ള പോക്ക് ഒരു പോക്ക് എന്താണ്? ഒരു സായിയാണ്. വഔദതുഹു മിനൽ മർവത്തി ഇല സ്വഫാ ശൗത്തുൻ, മർവയിൽ നിന്ന് സ്വഫയിലേക്കുള്ള മടക്കം അടുത്ത ശൗത്താണ്, അടുത്ത തവണയാണ്. വഅലാ ഹാദാ യബ്ദഉ മിന സ്വഫാ വയന്തഹി അശൗത സാബിഅ അശൗതു സാബിഅ അലൽ മർവ. അപ്പോ തുടക്കം സ്വഫയിൽ നിന്നാണ് എങ്കിൽ ഏഴാമത്തെ ഒടുക്കം എവിടെയായിരിക്കും? മറവയിലായിരിക്കും. സഫയിൽ നിന്ന് മറവയിലേക്ക് 1, 2, 3, 4 ഇങ്ങനെ മറവയിലാണ് മൂന്നാമത്തേത് എന്ത് ചെയ്യുക? ഏഴാമത്തേത് എന്ത് ചെയ്യുക? അവസാനിക്കുക. 70ാമത്തെ ചോദ്യം, ഹൽ യജൂസു സഅയു ബൈന സ്വഫാ വൽ മർവ റാകിബൻ ലിഗൈരി ഉദ്ൻ, ഒരു കാരണവുമില്ലാതെ ഒരാൾക്ക് വാഹനത്തിൽ അതിലൂടെ സായി ചെയ്യൽ അനുവദനീയമാണോ എന്നതാണ് ചോദ്യം. യജൂസു അൻ യുതാഫ ബിഹി ബൈന സ്വഫാ വൽ മർവ റാകിബൻ, അനുവദനീയമാണ്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലെങ്കിലും വാഹനത്തിൽ സായി ചെയ്യുക എന്നുള്ള അനുവദനീയമാണ്. എന്നാൽ വൽ മശ്യു അഅജബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നടക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. ഇനി രോഗികളോ മറ്റോ ആണെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് അതിനുള്ള സജ്ജീകരണങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ്. 71ാമത്തെ ചോദ്യം, മാദാ യഫ്അലു ഇദൻ തഹാ മിൻ സഅയിഹി ബൈന സ്വഫാ വൽ മർവ, സഫാ മർവയിലുള്ള സായിയും പൂർത്തിയാക്കി കഴിഞ്ഞു, എന്നാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ബഅദൽ ഇന്തിഹാഇ മിന സഅയി തൻതഹി അഅമാലുൽ ഉംറ, സായി കൂടി കഴിഞ്ഞാൽ ഉംറയുടെ കർമ്മങ്ങൾ അവസാനിക്കുകയാണ്. ഫയദ്ഹബു യുഹ്ലിഖു റഅസ, അങ്ങനെ അവൻ പോയിട്ട് എന്ത് ചെയ്യണം? അവന്റെ തല മുണ്ടനം ചെയ്യണം. ഔ യുഖ്സിറു റഅസ, അല്ലെങ്കിൽ തലയിൽ മുടി കുറയ്ക്കണം. വയംബഗി അൻ യകൂന അൽ ഹൽഖു അവ തഖ്സീറു ലികുല്ലി റഅസി ലാ ലിബഅദിഹി, അനിവാര്യമായ കാര്യം മുണ്ടനം ചെയ്യുകയാണെങ്കിലും കുറയ്ക്കുകയാണെങ്കിലും തല പൂർണ്ണമായിട്ടാണ് ചെയ്യേണ്ടത്. ധാരാളം ആളുകൾ, സാധുക്കൾ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടോ തലയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം ചെയ്യും, ഇങ്ങനെ വടിച്ചു വയ്ക്കും, എന്നിട്ട് വീണ്ടും അടുത്ത ഉമ്മർക്ക് പോകും. എന്നിട്ട് അടുത്ത ഉമ്മർ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യും, കുറച്ചിങ്ങനെ വളരെ വികൃതമായ രൂപത്തിൽ അങ്ങനെ ചെയ്യും. ഹിന്ദുക്കളും മറ്റുള്ള പല ആളുകളും അവരുടെ തല മുണ്ടനം ചെയ്ത് വെക്കുന്നവർ കുറച്ച് കുടുംബം വയ്ക്കും, ബാക്കി ഇങ്ങനെ വികൃതമായ ഒരു രീതി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായി നിരോധിച്ച കബായിറുകളിൽപ്പെട്ടതാണ്, വലിയ പാപങ്ങളിൽപ്പെട്ടതാണ് തലയിൽ നിന്ന് കുറച്ചു ഭാഗം മുറിക്കുക, ബാക്കിയുള്ള ഭാഗം ചെയ്യുക, അവശേഷിപ്പിക്കുക എന്നുള്ളത്. കബായിറുകളിൽപ്പെട്ടതാണ്, ചെറിയ പാപമല്ല, വലിയ പാപത്തിൽപ്പെട്ടതാണ്. ഇത് പല സാധുക്കളും പല ആളുകളും തെറ്റിദ്ധരിപ്പിച്ചത് മുഖേന ചെയ്യുന്നത് കാണാൻ സാധിക്കും. അങ്ങനെയല്ല ഉംറ ചെയ്യേണ്ടത്. ഉംറ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? പൂർണ്ണമായിട്ട് ഒന്നുകിൽ മുണ്ടനം ചെയ്യുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക? മുടി കുറയ്ക്കുക, ഇതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം മുടിയെല്ലാം വളർന്നു വന്നു, ഒരു 15-20 ദിവസം എല്ലാം കഴിഞ്ഞു. എന്നിട്ട് അവനക്ക് വീണ്ടും തോന്നുവാണ് ഒരു ഉംറയും കൂടി ചെയ്യാം. അത് തോന്നിയാൽ എന്ത് ചെയ്യാം? അവന് വീണ്ടും ഉംറ ചെയ്യാം. അതല്ലാതെ അടിക്കടി വീണ്ടും വീണ്ടും പോയി ഉംറ ചെയ്യുക എന്നുള്ളത് ഒരിടത്തും സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നതായ രീതിയല്ല. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു നിഷിദ്ധം കൂടിയിട്ടാണ് ചെയ്യുന്നത്. തലയിൽ നിന്ന് കുറച്ചു ഭാഗം മുടി കളയുന്നു, എന്നിട്ട് ബാക്കി അവശേഷിപ്പിക്കുന്നു, എന്നിട്ട് അടുത്തത് ചെയ്തിട്ട് വീണ്ടും. ഇത് പാടില്ലാത്ത കാര്യമാണ്, ഇത് വലിയ ജാഗ്രത പാലിക്കേണ്ട കാര്യമാണ്. എന്നാൽ സ്ത്രീ എന്താണ് ചെയ്യേണ്ടത്? സ്ത്രീകൾ അവരുടെ മുടി മുഴുവനായും ഒരുമിച്ച് കൂട്ടുക, എന്നിട്ട് ഒരു ഉന്മൂലത്തിന്റെ കഥ. ഉന്മൂലത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിരലിന്റെ അഗ്രഭാഗത്തുള്ളതായ ഒരു മടക്ക്, അതിന്റെ വലിപ്പമാണ് ഉന്മൂലത്ത് എന്ന് പറയുന്നത്. ഈ വലിപ്പത്തിന് എന്ത് ചെയ്യുക? അത് മുറിച്ച് കളയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോ ഒരാൾ ഹജ്ജിന് പോയി ഉംറ ചെയ്തതിന് ശേഷം ഇങ്ങനെ തഹല്ലുലാകേണ്ടവൻ ആരാണ്? തമത്തു ആയി ഹജ്ജ് ചെയ്യുന്ന ആൾ മാത്രമാണ്. നേരെ മറിച്ച് ഹജ്ജ് മാത്രം ലക്ഷ്യം വെച്ച് പോകുന്നവനാണെങ്കിൽ അവനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല? ഇഹ്റാമിൽ നിന്ന് വിരമിക്കാൻ സാധിക്കൂല. അവൻ ഹജ്ജിന്റെ കർമ്മങ്ങൾ ദുൽഹജ്ജ് 8 മുതൽ വീണ്ടും ആരംഭിക്കണം, അതുവരെയും ഇഹ്റാമിൽ തന്നെ തുടരണം. ഖാരിനാണ് എങ്കിലും അങ്ങനെ തന്നെ, ഹജ്ജും ഉംറയും ഒരുമിച്ച് ചെയ്യുന്നവനാണെങ്കിലും അങ്ങനെ തന്നെ. നേരെ മറിച്ച് തമത്തു ആണ് എങ്കിൽ, തമത്തു എന്ന് പറഞ്ഞാൽ മീഖാത്തിൽ നിന്ന് ഉംറയുടെ ഇഹ്റാമിൽ പ്രവേശിച്ച് കഅബയിൽ വന്ന് ഉംറ നിർവഹിച്ച് പൂർത്തിയാക്കി, എന്നിട്ട് എന്ത് ചെയ്യുന്നു? മുടി മുറിച്ച് തഹല്ലുലാകുന്നു. എന്നാൽ ഖാരിനോ മുഫ്രിദോ ആണ് എങ്കിൽ ഫഇന്നഹു യബ്ഖാ അലാ ഇഹ്റാമിഹി, അവൻ മുടി മുറിക്കരുത്, ഇഹ്റാമിൽ തന്നെ തുടരണം.
ഹത്താ യുഅദ്ദി അഅമാലൽ ഹജ്ജ്, എന്നിട്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർണ്ണമായും വീട്ടണം. സുമ്മ യതഹല്ലലു ഫീ യൗമിൽ ഈദ് ബഅദ അദാഇ മനാസിക്കിൽ ഹജ്ജ്, എന്നിട്ട് പെരുന്നാൾ ദിവസം ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമേ അവൻ എന്ത് ചെയ്യാവൂ, ഈ ഇഹ്റാമിൽ നിന്ന് വിരമിക്കൽ അനുവദനീയമാവുകയുള്ളൂ. ഇപ്പോ ഇത് തമത്തുആയി ഹജ്ജും ഉംറയും ചെയ്യുന്ന ആൾക്കാണ് ഇത് അനുവദനീയമായത്, മുടി മുറിക്കൽ. അതല്ലെങ്കിൽ ഉംറ മാത്രം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് സഅയിന് ശേഷം എന്ത് ചെയ്യുക, മുടി മുറിക്കുക എന്നുള്ളത് അനുവദനീയമാകുന്നത്. ഇനി അടുത്തത് ഫീ മക്ക. ഒരാൾ ഹജ്ജിന് പോയി ഈ രീതിയിൽ ആദ്യത്തെ ഉംറയുടെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി, അല്ലെങ്കിൽ ഖുദൂമിന്റെ തവാഫ് ചെയ്തു, സായി ചെയ്തു, അങ്ങനെ അവിടെ തന്നെ തങ്ങുകയാണ്. ചിലപ്പോ 30-40 ദിവസമൊക്കെ ദീർഘനാൾ ഉണ്ടാവും, 20-30 ദിവസമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഇങ്ങനെ മക്കയിൽ താമസിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? മാദാ യഫഅലുൽ മുസ്ലിമു ഫീ മക്കത മിൻ ത്വാഅത്ത്. ഒരു മുസ്ലിം മക്കയിൽ ഇബാദാത്തുകളാൽ എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അൽ മുസ്ലിമു സവാഅൻ കാന മുഹരിമൻ ഔ മുതഹല്ലി. ഒരു മുസ്ലിം അവൻ ഇഹ്റാമിലുള്ളവനാകട്ടെ അതല്ലാത്തവനാകട്ടെ, ഫഅലൈഹി മുലാസമത്തു ത്വാഅത്ത്, അവൻ അല്ലാഹുവിനെ അനുസരിക്കുന്ന രീതിയിൽ മുറുകെ പിടിക്കുക, അനുസരണങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ള നിർബന്ധമാണ്. വമിൻ അജല്ലിഹാ അൽ മുഹാഫളത്തു അല സ്വലവാത്തി ഫിൽ മസാജിദ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മസ്ജിദുകളിൽ നമസ്കാരങ്ങൾ സൂക്ഷിച്ച് നിർവഹിക്കുക. മസ്ജിദുകളിൽ പോയി നമസ്കരിക്കുക. ഫിൽ ജമാഅത്ത്, ജമാഅത്തുകളായിട്ട് എന്ത് ചെയ്യുക, നമസ്കരിക്കുക. വഇൻ തയസ്സറത്തി സ്വലവാത്തു ഫിൽ മസ്ജിദിൽ കഅബ ഫഹ്സനുൻ. ഒരാൾക്ക് കഅബയുടെ ചുറ്റുമുള്ളതായ മസ്ജിദുൽ ഹറമിൽ നമസ്കരിക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും നല്ലതാണ്. വഇല്ലാ ഫഹൈസു തയസ്സർ. അതിന് സാധിക്കുന്നില്ലേ, സാധിക്കുന്നത് പോലെ ധാരാളം മസ്ജിദുകൾ ഓരോ സ്ഥലത്തും ഉണ്ടാകും. അങ്ങനെയുള്ള മസ്ജിദുകളിൽ എന്ത് ചെയ്യുക, നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ധാരാളം ആളുകൾ എന്ത് ചെയ്യും, കബളിപ്പിക്കും. അങ്ങനെ പല ആളുകളും അവരുടെ റൂമുകളിൽ നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. അവിടെ ആകട്ടെ ധാരാളം ബിദ്അത്തുകൾ നടക്കുന്നുണ്ടാകും. അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മസ്ജിദുകളിൽ എന്ത് ചെയ്യുക, പോയി നമസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. വമിന ത്വാഅത്തി അല്ലതി യൻബഗി അൻ യഹ്റുസ അലൈഹാ അൽ ഹാജ് വൽ മുഅ്തമിറു അത്തവാഫ്. അതേപോലെ തന്നെ ഒരു ഹാജിയും ഉംറ ചെയ്യുന്നവനും താല്പര്യം കാണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അനിവാര്യമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് അത്തവാഫ്, തവാഫ് അധികരിപ്പിക്കുക എന്നുള്ളത്. എപ്പോഴാണത്? ഇൻ അംകന വലം യഹ്സുൽ സിഹാമൽ ലിൽ മുഹരിമീൻ, അവൻ സാധ്യമാകുമെങ്കിൽ. അതേപോലെ തന്നെ ഉംറക്കായി വന്നുകൊണ്ടിരിക്കുന്ന മറ്റുള്ള ആളുകൾക്ക് കൂടുതൽ പ്രയാസം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ, നല്ല തിരക്കാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും, ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകും. മത്താഫിലേക്ക് കഅബയുടെ ചുറ്റും ഉള്ള ഭാഗത്തേക്ക് ഇപ്പോൾ കടത്തിവിടലില്ല. ഒരു പ്രാവശ്യം എന്ത് ചെയ്യുള്ളൂ, ആദ്യം വരുമ്പോൾ മാത്രമേ കടത്തിവിടുകയുള്ളൂ. ചില ആളുകൾ എന്ത് ചെയ്യലുണ്ട്, അവിടുത്തെ വലിയുൽ അംറിനെ, ഗവൺമെന്റ് സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, ഇഹ്റാമിന്റെ തുണി എടുത്ത് അങ്ങോട്ട് പോക്കുണ്ട്. ഇത് ശരിയായ രീതിയല്ല. അവിടെയുള്ള ഭരണാധികാരികൾ ഒരു നിയമം പറഞ്ഞു വച്ചു കഴിഞ്ഞാൽ അനുസരിക്കൽ നിർബന്ധമാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം അത് ഹജ്ജിന് വരുന്ന, ഉംറ ചെയ്യാൻ വരുന്ന ആളുകളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്തിരുന്ന നിയമങ്ങളാണ്. മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. സാധിക്കുമെങ്കിൽ എന്ത് ചെയ്യാം, തവാഫ് ചെയ്യാം. ഇനി അവിടെ തന്നെ പോകണമെന്നില്ല, അവനെന്ത് ചെയ്യാം, മുകളിലൂടെ തവാഫ് ചെയ്യാം. വലിയ പ്രതിഫലമാണ്, ഓരോ അടിക്കും പ്രതിഫലമാണ് തവാഫിന്. അപ്പൊ തവാഫുകൾ അധികരിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. തവാഫ് ഏത് സമയത്തും എന്ത് ചെയ്യാം, അധികരിപ്പിക്കാം, സുന്നത്തായ തവാഫുകൾ. അതേപോലെ തന്നെ വൽ ഉഖൂഫു ഫി മസ്ജിദിൽ കഅബ, കഅബയുടെ ചുറ്റുമുള്ള മസ്ജിദുൽ ഹറാമിൽ ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞത് കാണാം, അൻ ത്വഹിറ ബൈതിയ ലിത്വായിഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനോടും ഇസ്മായിൽ അലൈഹിസ്സലാമിനോടും കഅബയെ ശുദ്ധീകരിക്കാൻ, അതിനെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള കൽപ്പന കൊടുത്തപ്പോൾ പറഞ്ഞതിനാണ് ത്വാഫ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്, ഇഅ്തികാഫ് ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, റുക്കൂഉകളും സുജൂദുകളും നിർവഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇഅ്തികാഫ് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ധാരാളം സമയം മസ്ജിദിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. മക്കയിൽ താമസിക്കുമ്പോൾ വയതഅല്ലമു മനാസിക്കൽ ഹജ്ജ് വൽ ഉംറ, അവിടെ ഭാഷ അറിയാവുന്ന ആളുകൾക്ക് ധാരാളം മജ്ലിസുകൾ ഉണ്ടാവും. അറബി ഭാഷ അറിയുന്ന ആളുകൾക്ക് ധാരാളം മജ്ലിസുകൾ ഉണ്ടാവും. ഉംറയുടെയും ഹജ്ജിന്റെയും നല്ല രീതിയിലുള്ള വിവരണങ്ങൾ പഠിപ്പിക്കുന്ന മജ്ലിസുകൾ ഉണ്ടാവും. അത് പഠിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഉമൂമൽ ഇൽമി ശറഈ, മറ്റുള്ള ശരീഅത്തിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്ന മജ്ലിസുകളും ഉണ്ടാകും.
അവിടെ ഇരിക്കുക. ബിൽ ഹിർസി അലാ ഹുദൂരി ഹൽഖിൽ ഇൽമ്, ഇൽമിന്റെ ഹൽക്കകളിൽ ഇരിക്കുക എന്നുള്ള താല്പര്യത്തോടെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാൾ ഇൽമു പഠിക്കുക എന്നുള്ളത് ഫറളാണ്, ഫറളായ കാര്യമാണ്. ചിലപ്പോൾ ചില ഇൽമു പഠിക്കൽ ഫറള് ഐനായിരിക്കും, അതല്ലെങ്കിൽ ഫറള് കിഫായതാണ്. എങ്ങനെയാണെങ്കിലും ഇൽമു പഠിക്കൽ ഫറളായ അമലാണ്. തവാഫ് അധികരിപ്പിക്കുക എന്നുള്ളത് എന്താണ്? സുന്നത്തായ കർമ്മമാണ്. ഒരു സുന്നത്തും ഫർദും വന്നു കഴിഞ്ഞാൽ ഏതിനാണ് മുൻഗണന കൊടുക്കുക? ഫർദിന് മുൻഗണന കൊടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾക്ക് തെറ്റുപറ്റാറുള്ള ഒരു മേഖലയാണ്. ഹജ്ജിന് പോകുന്നു, ഉംറയ്ക്ക് പോകുന്നു, ഉംറ നിർവഹിക്കുന്നു, അതിനുശേഷം പല സ്ഥലങ്ങളിൽ ഇങ്ങനെ തെണ്ടി നടക്കും. ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകും പല സ്ഥലങ്ങളിലേക്ക്. ബിസിനസ്സുകാരാണ് അതിന്റെ പിന്നില്. ധാരാളം അഡ്വർടൈസ്മെന്റ് ആയിട്ട് വരും. ഇത്ര റിയാല് പറയുന്നുണ്ട്, എന്ത് ചെയ്യും? ആളുകളെ പല സ്ഥലങ്ങളിലേക്ക് ഷുഗലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾക്കാണ്. അപ്പോ ഇൽമിന്റെ സദസ്സുകൾ, ഇനി ഒരാൾക്ക് ഭാഷ അറിയില്ല, മനസ്സിലാകുന്നില്ല, എന്നാലും ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുന്നത് വലിയ മഹത്വമാണ്. ഇൽമിന്റെ സദസ്സിൽ ഒരാൾ ഇരുന്നാൽ അതിന് വലിയ ശ്രേഷ്ഠതയാണ്. ഒരിക്കൽ ഷെയ്ഖ് ഉസൈമീൻ റഹ്മഹുള്ളയാണെന്ന് തോന്നുന്നു, അദ്ദേഹം ദർസ് നടത്തുമ്പോൾ ഒരാളോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? മറുപടി പറയാതെ വന്നു. ഷെയ്ഖിന് ചെറിയൊരു നീരസം തോന്നി, അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പൊ എന്തിനാണ് താങ്കൾ ഇങ്ങനെ വന്നിരിക്കുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുന്നതിന് എന്തുണ്ട്? വലിയ ശ്രേഷ്ഠതയുണ്ട്, അത് കരഗതമാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവില്ല, പക്ഷെ ഇവിടെ ഇരിക്കുന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. അപ്പോ ഷെയ്ഖ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ്. അദ്ദേഹം എന്നെ പഠിപ്പിച്ചിരിക്കുകയാണ്. ആ വന്നിരിക്കുന്നയാൾ എന്ത് ചെയ്തിരിക്കുന്നു? ഷെയ്ഖിനെയാണ് പാഠം പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇൽമിന്റെ സദസ്സിൽ ഇരിക്കുന്നത് വലിയ ശ്രേഷ്ഠതയാണ്. ഒരാൾക്കറിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതലേ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചര്യയാണെന്ത്? മസ്ജിദുൽ നബവിയിലാകട്ടെ, മസ്ജിദുൽ ഹറാമിലാകട്ടെ ധാരാളം ഇൽമിന്റെ മജ്ലിസുകൾ ഉണ്ടാവും. അവിടെ ഇരിക്കുക. മലായിക്കത്തിന്റെ സാന്നിധ്യം പൊതുവെ ഇൽമിന്റെ മജ്ലിസുകളിൽ ഉണ്ടാകും. പ്രത്യേകിച്ചും വളരെ കിബാറുകളായ പണ്ഡിതന്മാരുടെ ദർസുകൾ ഉണ്ടാകും. ഹജ്ജിന്റെ വേളകളിൽ പ്രത്യേകിച്ചും വളരെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ എന്ത് ചെയ്യും? ഇരു ഹറമുകളിലും ദർസുകൾ നടത്തുന്നുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള സദസ്സുകളിൽ ഇരിക്കുക. അവിടെ നല്ല സുന്ദരങ്ങളായ പ്രാർത്ഥനകൾ ഉണ്ടാകും. വളരെ പ്രധാനപ്പെട്ടിരിക്കുന്നതായ ഇൽമുകൾ പഠിപ്പിക്കുന്നുണ്ടാകും. അതല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുന്ന ചെറിയ ചെറിയ ഹൽക്കകൾ ഉണ്ടാവും. ചെറിയ ചെറിയ സൂറത്തുകൾ എന്ത് ചെയ്യുന്നു? ഓതി കൊടുക്കുക. അത് തെറ്റിദ്ധരിച്ച് തരുന്ന ധാരാളം മാർഗങ്ങൾ ഉണ്ടാവും. ഇത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തവാഫ് അധികരിപ്പിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠതയാണ്. കാരണം ഇൽമു പഠിക്കൽ എന്താണ്? ഫറളായ അമലാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക എന്നുള്ളത് ഹാജി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തസദ്ദുഖു അലാ ഫുഖറാഇൽ ഹറം, ഹറമിലുള്ള ഫഖീറന്മാർക്ക് സ്വതക്കകൾ ചെയ്യുക. വൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മകൾ കണ്ടാൽ അതിനെ തടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അവിടെ ചെല്ലുമ്പോൾ ധാരാളം കാണാൻ സാധിക്കും നമുക്ക്. പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക്. വൽ ഹദ്റു മിൻ മുഖാലഫത്തി ശരീഅത്തി, ശരീഅത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ നല്ല ജാഗ്രത പാലിക്കുക. കാരണം ഫഇന്നൽ ഹറമ ലഹു ഹുർമ, ഹറമിന് എന്തുണ്ട്? അതിന് പവിത്രതയുണ്ട്, ബഹുമാന്യതയുണ്ട്. അതിന് കളങ്കമുണ്ടാക്കുന്ന നിലയിൽ എന്ത് ചെയ്യാൻ പാടില്ല? ശരീഅത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. ഇതാണ് മക്കയിൽ താമസിക്കുമ്പോൾ ഒരാൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി യൗമു തർവിയയെ സംബന്ധിച്ചാണ്. യൗമു തർവിയ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 8 പറയുന്ന പേരാണ് യൗമു തർവിയ. അതുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത് അവിടെ മുതലാണ്. 73ാമത്തെ ചോദ്യം, മാ ഹുവ യൗമു തർവിയ? യൗമു തർവിയ എന്ന് പറഞ്ഞാൽ എന്താണ്? യൗമു തർവിയത്തി ഹുവൽ യൗമു സാമിൻ മിൻ ദുൽഹിജ്ജ. ദുൽഹിജ്ജ 8 യൗമു തർവിയ എന്ന് പറയുന്നത്. ഇതിന് ഈ പേര് വരാനുള്ള കാരണം എന്താണ്? ജനങ്ങൾ അക്കാലഘട്ടത്തിൽ ജാഹിലിയ കാലം മുതലേ അവർ അവരുടെ ഒട്ടകങ്ങൾക്ക് ധാരാളം വെള്ളം കൊടുത്ത് വയറു നിറയ്ക്കും. അതേപോലെ തന്നെ വയുജ്ലിബൂനൽ മിയാഹ ഇലാ മിനാലിൽ ഹുജ്ജാജ്, ഹാജിമാർക്ക് വേണ്ടിയിട്ട് മിനയിലേക്ക് എന്ത് ചെയ്യും? വെള്ളം അവർ തോൽപാത്രങ്ങളിലും എല്ലാം ശേഖരിച്ചു കൊണ്ടുപോകും. കാരണം ഒരു ദീർഘമായ യാത്രക്ക് പോവുകയാണ്. 8 ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 9 അറഫയിലും പിന്നെ രാത്രി മുസ്ദലിഫയിലേക്ക് പോയി 10 ഹജ്ജിന്റെ മറ്റുള്ള കർമ്മങ്ങളെല്ലാം ദീർഘമായൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വെള്ളം ശേഖരിച്ചു കൊണ്ടുപോകും. അതുകൊണ്ടാണ് യൗമു തർവിയ, ദാഹമകറ്റാൻ വേണ്ടിയിട്ട് വെള്ളം എന്ത് ചെയ്യുന്നു? ശേഖരിക്കുകയും കുടിക്കുകയും. അതുകൊണ്ടാണ് യൗമു തർവിയ എന്ന് പേര് പറയുന്നത്. അപ്പോ 74ാമത്തെ ചോദ്യം, മാദാ യഫ്അലുൽ ഹാജ് യൗമു തർവിയ? യൗമു തർവിയയിൽ എന്താണ് ഒരു ഹാജ് ചെയ്യേണ്ടത്? ഇദാ കാനൽ ഹാജ് മുതമത്തിയാൻ, ഈ ഹാജ് മുതമത്തി ആണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞത് തമത്തു ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം അവൻ
ഉംറക്ക് വന്നു, ഉംറ നിർവഹിച്ചു, വിരമിച്ചു, അങ്ങനെ ഇരിക്കുകയാണ്. മറ്റു രണ്ടാളുകളും ഇപ്പോൾ നിലവിലും എവിടെ തന്നെയാണ്? ഇഹ്റാമിലാണ്, വിരമിച്ചിട്ടില്ല. മുഫ്രിദാണ് എങ്കിലും മുഖരീനാണെങ്കിലും അവർ വന്നിട്ട് ഖുദൂമിന്റെ തവാഫ് ചെയ്തു, ചിലപ്പോൾ സായിയും ചെയ്തിട്ടുണ്ടാകാം ഹജ്ജിന്റെ, പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല? ഇഹ്റാമിൽ നിന്ന് വിരമിച്ചിട്ടില്ല, അങ്ങനെ തന്നെ തുടരുകയാണ്. എന്നാൽ തമത്തു ആയി ഹജ്ജ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ നിലവിൽ മുഹരിമല്ല, ഇഹ്റാമിലല്ല. അങ്ങനെയുള്ള ആൾ ഫഇന്നഹു യുഹരിമു ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി എന്ത് ചെയ്യണം? 8ാമത്തെ ദിവസം ദുൽഹജ്ജ് 8-ന് ഇഹ്റാം ചെയ്യണം. في هذا اليوم للحج فيفعل كما فعل عند الاحرام بالعمره من الميقات. ഉംറക്ക് വേണ്ടി മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കാൻ എന്തെല്ലാം ചെയ്തോ അതെല്ലാം ഇവിടെയും ചെയ്യണം. കുളിക്കുക, വതതയ്യുബിൻ, അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കുക, വലബ്സി ഇസാരിൻ വരിദാഇൻ വതൽബിയ, ഇസാർ മേൽമുണ്ട്, അതേപോലെ തന്നെ അരമുണ്ട്, ഇതെല്ലാം ഉടുക്കുക, എന്നിട്ട് തൽബിയത്ത് ചൊല്ലുക. ഇങ്ങനെ ആദ്യം ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ എന്തെല്ലാമാണോ ചെയ്തത് അതെല്ലാം ചെയ്യുക, ഇവിടെ ചെയ്തിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുക. അതാണ് 8-ന് ചെയ്യേണ്ടത്. 75ാമത്തെ ചോദ്യം, മത്താ യുഹരിമു ലിൽ ഹജ്ജി, എപ്പോഴാണ് ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യേണ്ടത്? ഇപ്പൊ ഇവിടെ പറഞ്ഞു ദുൽഹജ്ജ് 8-നാണ് എന്ന്. അൽ അഫ്ളു അൻ യുഹരിമ ളുഹാ യൗമി തർവിയ, യൗമു തർവിയയുടെ ളുഹായുടെ സമയത്ത് ഇഹ്റാം ചെയ്യലാണ് ശ്രേഷ്ഠതയുള്ളത്. ബിഹൈസു യസ്തതിഉ അൻ യസ്ല ഇലാ മിന ഖുബൈല അദ്ദുഹർ, അങ്ങനെ ഇഹ്റാം ചെയ്ത് താമസ സ്ഥലത്ത് നിന്ന് ഇഹ്റാം ചെയ്ത് മിനയിലേക്കാണ് പോകേണ്ടത്. മിനയിൽ ളുഹറിന് തൊട്ട് മുമ്പായിട്ട് എത്തുന്ന രീതിയിൽ എന്ത് ചെയ്യുക? താമസ സ്ഥലത്ത് നിന്ന് ളുഹയുടെ സമയത്ത് ഇഹ്റാം ചെയ്യുക, എന്നിട്ട് പോവുക. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. فيصلي بها الظهر ثم العصر فالمغرب فالعشاء قصرا بدون جمع. എന്നിട്ട് അവിടെ ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ ഇവകളെല്ലാം തന്നെ അതാതിന്റെ സമയത്ത് നമസ്കരിക്കുക, കസ്റാക്കിക്കൊണ്ട്. ളുഹറും അസ്റും 2 വീതം, മഗ്രിബ് 3, ഇശാ 2, എല്ലാം അതാതിന്റെ സമയത്താണ് നിർവഹിക്കേണ്ടത്. ജംആക്കാതെ, ബിദൂനി ജംഇൻ, കൂട്ടിയോജിപ്പിക്കാൻ പാടില്ല. സുമ്മൽ ഫജ്ർ, പിന്നെ പെരുന്നാൾ ദിവസത്തിലെ ഫജ്റു, ഖംസ സ്വലവാത്തിൻ യുസല്ലിഹാ ഫി മിന, ഇങ്ങനെ 5 നേരം എന്ത് ചെയ്യണം? അവിടെ നമസ്കരിക്കൽ സുന്നത്താണ്. ഫർദ് നമസ്കാരം, ഈ 5 നമസ്കാരങ്ങളും അവിടെ നിർവഹിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതാണ് പൊതുവെ ചെയ്യേണ്ടത്. പക്ഷേ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ദുൽഹിജ്ജ 7-ന് തന്നെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഹാജിമാരെ മിനയിലേക്ക് കൊണ്ടുപോകും. തിരക്ക് പരിഗണിച്ചുകൊണ്ട് ആളുകളെ, ലക്ഷക്കണക്കിന് 30 ലക്ഷത്തോളം ആളുകളെ മിനയിൽ എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വലിയൊരു ദൗത്യമാണ് അവരുടേത്. അതുകൊണ്ട് 7-ന് മുതലേ എന്ത് ചെയ്യും? ഹാജിമാരെ കൊണ്ടുപോകും. ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ എന്താണ് ഹാജിമാർ ചെയ്യേണ്ടത്? അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഹ്റാം ചെയ്യേണ്ടത് അതിന്റെ സമയത്തിന്റെ സുന്നത്തിനെ മുന്തിക്കുക എന്നുള്ളതാണ്. ഇഹ്റാം ചെയ്യേണ്ട സമയം നമ്മൾ പറഞ്ഞു എപ്പോഴാണ്? ദുൽഹിജ്ജ 8-ന് ളുഹയുടെ സമയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത് ദുൽഹിജ്ജ 8-ന് ളുഹയുടെ സമയത്ത് മക്കയിൽ എവിടെയാണോ താമസിക്കുന്നത് അവിടെ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് എന്ത് ചെയ്യും? മിനയിലേക്ക് പോകും. അതാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോ തിരക്കുകൾ അധികരിച്ച സമയത്ത് എന്ത് ചെയ്യും? 7-നെ കൊണ്ടുപോകും. അപ്പോ 7-ന് കൊണ്ടുപോകുമ്പോൾ താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഇഹ്റാം ചെയ്യേണ്ടതുണ്ടോ? ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ സുന്നത്തിനോട് കൂടുതൽ യോജിച്ചത് എന്ത് ചെയ്യുക? 7-ന് ഒരാൾ കുളിച്ച് എന്ത് ചെയ്യുക? ഇഹ്റാമിന്റെ വസ്ത്രമെല്ലാം ധരിച്ചു വേണ്ടി പോവുക. അങ്ങനെ 8-ന് ളുഹയുടെ സമയമായി കഴിഞ്ഞാൽ എവിടെയാണോ അവനുള്ളത് ആ സമയത്ത് എന്ത് ചെയ്യുക? അവിടെ നിന്ന് ഇഹ്റാം ചെയ്യുക. അതാണ് ഏറ്റവും ഉചിതമായ കാര്യം. ഇഹ്റാം ചെയ്യേണ്ടത് ദുൽഹിജ്ജ 8-ന് ളുഹയുടെ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതം. ഇനി 76ാമത്തെ ചോദ്യം, മിൻ ഐന യുഹരിമു ഫിൽ യൗമി സാമിനിൽ ഹജ്ജ്, 8-ന്റെ ദിവസം എവിടെ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്? അതും സുന്നത്തായ രീതി, യുഹരിമു മിനൽ മൗദിഇ അല്ലദി യസ്കുനു ഫീ, എവിടെയായിരുന്നോ മക്കയിൽ വന്നിട്ട് അവൻ താമസിച്ചത് അവിടെ നിന്ന് ചെയ്യലാണ് സുന്നത്ത്. സവാഉൻ കാന ഫീ ദാഖിലിൽ ഹറം, അത് ചിലപ്പോൾ ഹറമിന്റെ ഉള്ളിലാകട്ടെ, ഔ ഖാരിജ, അല്ലെങ്കിൽ പുറത്താകട്ടെ. വയംതലിഖു ബഅദ ദാലിക ഇലാ മിന, അങ്ങനെ ഇഹ്റാം ചെയ്തതിന് ശേഷം മിനയിലേക്ക് പോകലാണ് എന്ത്? സുന്നത്തായ രീതി. എന്നാൽ പലപ്പോഴും അതിന് സാധിക്കുകയില്ല. അങ്ങനെ സാധിക്കാതെ വന്നാൽ ചെയ്യേണ്ടത് എന്താണ്? ഇഹ്റാം ചെയ്യേണ്ടത് ദുൽഹിജ്ജ 8-ന് ളുഹയുടെ സമയത്ത് തന്നെയാവുക. പുറപ്പെടുന്നത് സൗകര്യപ്രദമായ രീതിയിൽ എന്ത് ചെയ്യുക? പുറപ്പെടുക. ഇതാണ് ഹജ്ജ് ചെയ്യേണ്ടത്. ഇനി അങ്ങനെ പുറപ്പെട്ടു കഴിഞ്ഞാൽ ദുൽഹിജ്ജ 8-ന് ഇഹ്റാം ചെയ്തു, മിനയിലേക്ക് പോവുകയാണ്. അങ്ങനെ ദുൽഹിജ്ജ 8-ന്റെ പകലില് മിനയിലും 9-ന്റെ രാവിലും എന്തെല്ലാം കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്?
എന്നതിനെ സംബന്ധിച്ചാണ്. 77ാമത്തെ ചോദ്യം, ഐന യബീതുൽ ഹജ്ജാജു ലൈലത താസിഇ മിൻ ദിൽഹിജ്ജ. ദുൽഹിജ്ജയുടെ 9ന്റെ രാവ് അതിനെവിടെയാണ് ഹാജിമാർ രാപ്പാർക്കേണ്ടത്? സുന്നത്തിൽപ്പെട്ടത്, സുന്നത്തായ കാര്യം, ഹാജി മിനയിലേക്ക് പുറപ്പെടുക ളുഹയുടെ സമയത്ത്, 8 ളുഹയുടെ സമയത്ത് എന്ത് ചെയ്യുക? ഇഹ്റാം ചെയ്ത് മിനയിലേക്ക് പുറപ്പെടുക. അങ്ങനെ മിനയിൽ എത്തിക്കഴിഞ്ഞാൽ മിനയിൽ ളുഹറും അസറും മഗ്രിബും ഇഷാവും ഖസറാക്കി നമസ്കരിക്കുക. എന്ത് ചെയ്യാതെ കൂട്ടിയോജിപ്പ്, ഓരോന്നും അതാതിന്റെ സമയങ്ങളിൽ നമസ്കരിക്കുക. 4 റക്അത്തുള്ളത് എന്ത് ചെയ്യുക? ചുരുക്കി 2ആക്കി നമസ്കരിക്കുക. വയബീതു ലൈലത താസിഇ മിൻ ദിൽഹിജ്ജ ഫി മിന. അങ്ങനെ 9ന്റെ രാവിൽ മിനയിൽ രാപ്പാർക്കുകയും ചെയ്യുക. അങ്ങനെ രാപ്പാർക്കൽ സുന്നത്തായ കർമ്മമാണ്, നിർബന്ധമായതോ റുക്നോ അല്ല, സുന്നത്തായ കർമ്മമാണ്. 78ാമത്തെ ചോദ്യം, ഹലിൽ മബീതു ബി മിന ലൈലത താസിഇ സുന്ന. അങ്ങനെ മിനയിൽ രാപ്പാർക്കൽ 9ന്റെ രാവിൽ രാപ്പാർക്കൽ സുന്നത്താണോ എന്നാണ്. നഅം, അൽ മബീതു ഫി മിന ലൈലത താസിഇ മിൻ ദിൽഹിജ്ജത്തി സുന്ന മുഅക്കദ. വളരെ പ്രധാനപ്പെട്ട ശക്തമായ സുന്നത്താണത്. മിൻ ഫിഅൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തികളിൽപ്പെട്ടതാണത്. വലാ യംബഗി തർക്കുഹു ഇല്ലാ ലിമൻ യതഅദ്ദർ അലൈഹി. പ്രയാസമുള്ള ഒരാളല്ലാതെ അതിനെന്ത് ചെയ്യാൻ പാടില്ല? ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പോൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. 79ാമത്തെ ചോദ്യം, ഐന യുസന്നു അദാഉ സ്വലാത്തിൽ ഫജ്രി യൗമ അറഫ. അറഫ ദിനത്തിന്റെ ഫജ്ർ നമസ്കാരം അത് എവിടെ നമസ്കരിക്കലാണ് സുന്നത്ത്? സുന്നത്ത് അറഫ ദിനത്തിന്റെ ദുൽഹജ്ജ 9ന്റെ പ്രഭാതത്തിലുള്ള ഫജ്ർ നമസ്കാരം മിനയിൽ നമസ്കരിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. മിനയിലാണ് നമസ്കരിക്കേണ്ടത്. അപ്പോ മിനയിലെത്തിയിട്ട് 5 നേരത്തെ നമസ്കാരമായി. ദുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ് മിനയിൽ നമസ്കരിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഫജ്ർ നമസ്കരിച്ചത് മിനയിൽ മസ്ജിദുൽ ഖൈഫിലാണ്. മസ്ജിദുൽ ഖൈഫിലാണ് നമസ്കരിച്ചത്. മസ്ജിദുൽ ഖൈഫ് ധാരാളം 70ഓളം അമ്പിയാക്കന്മാർ നമസ്കരിച്ചതായിട്ട് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന ഒരു മസ്ജിദാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? സുബ്ഹ് നമസ്കാരം നിർവഹിച്ചത്. അത് സാധിക്കാത്ത ആളുകൾ എന്ത് ചെയ്യേണ്ടതില്ല, അവിടെ തന്നെ പോകണമെന്നില്ല. എവിടെയാവും സൗകര്യമുള്ളത് അവിടെ നമസ്കരിക്കാം എന്നുള്ളതാണ്. 80ാമത്തെ ചോദ്യം, മത്താ യതഹറകുൽ ഹാജ്ജു മിൻ മിന യൗമ താസിഇ ഇലാ അറഫാത്ത്. അങ്ങനെ 9ന്റെ രാവ് 8ന് മിനയിൽ വന്നു, രാവിലെ അവിടെ രാപ്പാർത്തു, 9ന്റെ പ്രഭാതത്തിൽ സുബ്ഹ് നമസ്കരിച്ചു. ഇനി എപ്പോഴാണ് അറഫയിലേക്ക് പോകേണ്ടത്? അറഫയിലേക്ക് പോകേണ്ടത്, അറഫയെ ലക്ഷ്യം വെച്ച് ഒരാൾ പോകേണ്ടത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ്. ഇദാ ത്വലഅത് ശംസു യൗമി അറഫ. യൗമ അറഫയുടെ ദിനത്തിൽ സൂര്യൻ ഉദിച്ചാൽ അവൻ അറഫയെ ലക്ഷ്യം വെച്ചിട്ട് എന്ത് ചെയ്യുക? സഞ്ചരിക്കുക എന്നുള്ളതാണ് സുന്നത്തായ രീതി. 81ാമത്തെ ചോദ്യം, മാദാ യഖൂലുൽ ഹാജ്ജു ഫി അസ്നാഇ സൈരിഹി വഹജ്ജി. അപ്പോൾ ഇങ്ങനെ ഇഹ്റാം ചെയ്തതിന് ശേഷം അവന്റെ ഈ യാത്രയിലും ഹജ്ജിന്റെ ഇടയിലെല്ലാം എന്താണ് അവന് സുന്നത്തായ, എന്ത് പറയലാണ് സുന്നത്ത്? സുന്നത്ത് ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ സമയങ്ങളിലും തൽബീത്ത് അധികരിപ്പിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. വയജൂസു ലഹു അൻ യുകബ്ബിറ അഹ്യാനൻ. ഇടക്കൊക്കെ തക്ബീറും പറയാം. കാരണം എന്താണ്? ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിനങ്ങളാണ്. തക്ബീർ പ്രത്യേകം സുന്നത്തായ ദിവസങ്ങളാണ്. അതുകൊണ്ട് ഇടക്കൊക്കെ തക്ബീർ എന്ത് ചെയ്യാം? പറയാവുന്നതാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നുള്ളതായ തക്ബീർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ, ഈ തക്ബീറും ഇടക്ക് പറയാവുന്നതാണ്. ഫകാന സ്വഹാബത്തു റളിയല്ലാഹു അൻഹും യുലബ്ബൂന വയുകബ്ബിറൂന അഹ്യാനൻ. സ്വഹാബികൾ ഈ ദിവസങ്ങളിൽ തൽബീയത്ത് ചൊല്ലും, ഇടക്കൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? തക്ബീറുകളും ചൊല്ലുമായിരുന്നു. ഇനി ഫി അറഫാത്തിൻ, അറഫയിൽ എന്ത് ചെയ്യണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. 82ാമത്തെ ചോദ്യം, ഹൽ യുസന്നു അൻ-നുസൂലു ഫീ നമിറ. അപ്പോ ദുൽഹജ്ജ് 9ന്റെ സുബ്ഹ് നമസ്കരിച്ചു, സൂര്യൻ ഉദിച്ചതിന് ശേഷം സഞ്ചരിക്കലാണെന്ത്? അറഫയിലേക്ക് പോകലാണ് സുന്നത്ത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അറഫയിലേക്കാണ് പോകുന്നത്. അപ്പൊ നെമിറയിൽ ഇറങ്ങൽ സുന്നത്താണോ എന്നുള്ളതാണ്. നഅം യുസന്നു നുസൂൽ ഫീ നമിറത ഇൻ തയസർ. സാധ്യമാണ് എങ്കിൽ നെമിറയിൽ ഇറങ്ങൽ സുന്നത്താണ്. പലപ്പോഴും സാധിക്കണമെന്നില്ല. കാരണം അറഫയുടെ ഉള്ളിലായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മളെ ഹാജിമാരെ കൊണ്ടുപോയി ഇറക്കുന്നത്. നെമിറ എന്ന് പറയുന്നത് അറഫയുടെ ബോർഡറിലാണ്, അറഫയുടെ പുറത്താണ് പഴയ മസ്ജിദ്. ഇപ്പൊ ചില ഭാഗങ്ങൾ എവിടെയാണ്? അറഫയുടെ ഉള്ളിലുമാണ്. അപ്പോ സാധ്യമാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? നെമിറയിൽ ഇറങ്ങിയാൽ മതി. അങ്ങനെ ഇറങ്ങൽ സുന്നത്താണ്. ഈ നമിറ എന്ന് പറയുന്നത് വഹുവ മക്കാനുൻ ഖരീബുൻ മിൻ അറഫത്ത്, അറഫയോട് ചേർന്ന ഒരു സ്ഥലമാണ്. വഅലൈഹി ബിനാഉ മസ്ജിദി നമിറ, അവിടെയാണ് എന്തിരിക്കുന്നത്? മസ്ജിദ് നമിറ പണിതിരിക്കുന്നത്, ഖിബ്ലയുടെ ഭാഗത്തായിട്ട്.
വലൈസ മിൻ ഹുദൂദി അറഫത്ത്, അറഫയുടെ ഉള്ളിൽ പരിധിയിൽപ്പെട്ടതല്ല മസ്ജിദ് നമിറ. വയകൂനു നുസൂലു ഫീഹാ ഇലാ മാ ഖബല സവാൽ, അവിടെ സവാലിന് തൊട്ടു മുമ്പായിട്ടാണ് ഇറങ്ങലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്. അതായത് ദുഹറിന്റെ സമയത്ത് തൊട്ടു മുമ്പ് അവിടെ എത്തുക എന്നുള്ള നിലയിൽ. ثم يدخل الى داخل حدود عرفات بعد الصلاه, അങ്ങനെ ദുഹർ നമസ്കരിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുക, അറഫയിലേക്ക് പ്രവേശിക്കുക. ഇതാണ് സുന്നത്തായ രീതി. സാധിക്കണമെന്നില്ല, സാധിക്കുന്നു ആണെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ എന്ത് ചെയ്യാം, നേരെ അറഫയിലേക്ക് വന്നാലും മതി. 83-ാമത്തെ ചോദ്യം, അയ്ന യുസല്ലി الناس الظهر والعصر يوم عرفات, അറഫ ദിനത്തിൽ എവിടെയാണ് ദുഹറും അസ്റും നമസ്കരിക്കേണ്ടത്? അത് സുന്നത്തായ രീതി അറഫയിൽ ദുഹറും അസ്റും ജംഉം കസറുമാക്കിക്കൊണ്ട് മസ്ജിദ് നമിറയിൽ നമസ്കരിക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നമസ്കരിച്ചത്. ഇമാമിനോട് കൂടെ ദുഹറിന്റെ സമയത്ത് എന്ത് ചെയ്യുക, ദുഹറും അസ്റും ജംഉം കസറുമായിട്ട് തഖ്ദീമിന്റെ ജംഅ്, അസ്റിനെ ദുഹറിലേക്ക് മുന്തിച്ചുകൊണ്ട് ദുഹറിന്റെ സമയത്ത് 2 റക്അത്ത് ബാങ്ക് വിളിക്കുക, 2 റക്അത്ത് ദുഹർ, ശേഷം ഇഖാമത്ത് കൊടുക്കുക, 2 റക്അത്ത് ദുഹർ, അതിന് വീണ്ടും ഇഖാമത്ത് കൊടുത്ത് 2 റക്അത്ത് അസ്ർ നമസ്കരിക്കുക. ഇതാണ് സുന്നത്തായ രീതി മസ്ജിദ് നമിറയിൽ. വഇല്ലം യതയസ്സർ, ഇനി അവൻ അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഫഹൈതു അംകൻ, എന്താണോ സാധിക്കുന്നത് അതുപോലെ നമസ്കരിക്കുക, അവിടെ തന്നെ നമസ്കരിക്കണമെന്നില്ല. വദാലിക ബിഅദാനിൻ വാഹിദിൻ വഇഖാമത്തൈൻ, ഒരു ബാങ്കും 2 ഇഖാമത്തുകളുമായിട്ടാണ് നമസ്കരിക്കേണ്ടത്. വലാ യുസല്ലാ ബൈനഹുമാ ഷൈഅ, അവകളുടെ ഇടയിലെ റവാത്തിബ് സുന്നത്തുകളോ മറ്റൊന്നും ചെയ്യേണ്ടതില്ല, നമസ്കരിക്കേണ്ടതില്ല. ഈ 4 റക്അത്ത് എന്ത് ചെയ്താൽ മതി, നമസ്കരിച്ചാൽ മതി. 84-ാമത്തെ ചോദ്യം, ബിഅയ്യി ഷൈഇൻ യഷ്തഗിലുൽ ഹാജ് ബഅദ സ്വലാ, ഇങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് കാര്യത്തിലാണ് ഹാജി വ്യാപൃതനാകേണ്ടത്? ഹാജി നമസ്കാരം കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ബിത്തഅക്കുദി മിൻ അന്നഹു യഷ്തഗിലുൽ ഹാജ് ബഅദ സ്വലാത്തി ബിത്തഅക്കുദി മിൻ അന്നഹു ദാഖില ഹുദൂദി അറഫാത്ത്. ഒന്നാമത്തെ നിർബന്ധമായ കാര്യം, അവൻ അറഫയുടെ പരിധിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തലാണ്. സ്വാഭാവികമായിട്ടും അറഫയുടെ ഉള്ളിലാണ് എന്ത് ചെയ്യുക, ഹാജിമാരെ കൊണ്ട് ഇറക്കുക. എന്നാലും എന്ത് ചെയ്യുക, ഒറ്റക്ക് ഒരാൾ വരികയോ മറ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ ഉറപ്പിക്കേണ്ടതുണ്ട് അറഫയുടെ അതിർത്തിയിലാണ് നിൽക്കുന്നത് എന്ന് ഉറപ്പിക്കുക. അതിനുശേഷം നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കയറേണ്ടത്. അതിനുശേഷം സുമ്മയഷ്തഖിലു ബിദ്ദുആഇ, പിന്നെ ദുആ കൊണ്ട് വ്യാപൃതനാവുക. മുസ്തഖ്ബിലൽ ഖിബ്ല, ഖിബ്ലക്ക് അഭിമുഖമായി കൊണ്ട്, റാഫിഅൻ യദൈഹി ദാഇയൻ മുലബ്ബിയൻ മുകബ്ബിറ, 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുക, തൽബിയത്ത് ചൊല്ലുക, തക്ബീറുകൾ ചൊല്ലുക, പ്രാർത്ഥിക്കുക. ദുആക്ക് ഉത്തരം കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഹജ്ജിന്റെ വേളയിൽ അറഫയിലുള്ളതായ സമയങ്ങൾ. ഈ സമയത്ത് ദുആയിൽ വ്യാപൃതനാവുക. 85, മാ ഹുവ ദുആഉ അല്ലദീ യൻബഗി അൻ യുക്സിറ മിൻഹുൽ ഹാജി യൗമ അറഫ, അറഫ ദിനത്തിൽ ഒരു ഹാജി അധികരിപ്പിക്കൽ അനിവാര്യമായ പ്രാർത്ഥന ഏതാണ്? അത് തഹ്ലീൽ അധികരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായ കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് തന്നെ എന്താണ്, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. യൂനുസ് അലൈഹിസ്സലാം എന്ത് ചെയ്തപ്പോൾ, മത്സ്യവയറ്റിലായപ്പോൾ ഇതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികരിപ്പിക്കുക. ഫഇന്നഹു ഖൈറുദ് ദുആ, അതാണ് ഏറ്റവും ഖൈറായ പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുദ് ദുആഇ ദുആഉ യൗമി അറഫ, പ്രാർത്ഥനയിൽ ഏറ്റവും ഖൈറായത് അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ്. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എനിക്ക് മുമ്പുള്ള അമ്പിയാക്കളും പ്രാർത്ഥിച്ചിരിക്കുന്ന പ്രാർത്ഥനയിൽ ഏറ്റവും ഖൈറായത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥനയാണ്. അപ്പൊ ഇതാണ് ഏറ്റവും അധികമായിട്ട് അധികരിപ്പിക്കേണ്ടത്. അതല്ലാത്ത മറ്റുള്ള പ്രാർത്ഥനകളും പ്രാർത്ഥിക്കാം, അദ്കാറുകൾ പറയാം, എന്നാലും തഹ്ലീൽ മുറുകെ പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാ ഫദ്ലു യൗമി അറഫ, അറഫ ദിനത്തിന്റെ ശ്രേഷ്ഠത എന്താണ്? അതാണ് 86-ാമത്തെ ചോദ്യം. ജാ ഫീ ഫദ്ലി യൗമി അറഫത അഹാദീസ്, ധാരാളം ശ്രേഷ്ഠതകൾ അതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ, അറഫ ദിനത്തേക്കാൾ അധികമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വേറൊരു ദിവസമില്ല. അറഫ ദിനത്തിലാണ് ഏറ്റവും അധികം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. വഇന്നഹു ലയദ്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂലോകത്തേക്ക് അടുത്തു വരും, ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നാണ്. സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, ഈ ജനലക്ഷങ്ങളെ കൊണ്ട് അല്ലാഹു അഭിമാനം കൊള്ളും മലായികത്തിനോട്. ഫയഖൂൽ, എന്നിട്ട് ചോദിക്കും, മാ അറാദ ഹഉല, എന്താണ് ഇവരുടെ ലക്ഷ്യങ്ങൾ, എന്താണ് ഇവരുടെ ആവശ്യങ്ങൾ,
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. മറ്റൊരു ഹദീസിൽ കാണാൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഫ ദിനമായാൽ ഇന്നല്ലാഹ യൻസിലു ഇലസ് സമാഇ ദുനിയ, അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ഫയുബാഹി ബിഹിമുൽ മലായിക, എന്നിട്ട് അറഫയിൽ നിൽക്കുന്ന ആളുകളെ കൊണ്ട് അല്ലാഹു അഭിമാനം കൊള്ളും മലായികത്തിനോട്. എന്നിട്ട് പറയും, ഉൻദുറു ഇലാ ഇബാദി, എന്റെ അടിമകളിലേക്ക് നോക്ക്, അത്തൗനി ശുഅഫൻ ഗുബ്റ, പൊടി പുരണ്ടുകൊണ്ട് മുടി പാറിപ്പറത്തിക്കൊണ്ട് ഇതാ അവർ വന്നിരിക്കുകയാണ്. വാഹീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വളരെ കഷ്ടപ്പാടും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന് അവരെന്ത് ചെയ്തിരിക്കുന്നു, ഇതാ എത്തിയിരിക്കുകയാണ്. ഉഷ്ഹിദുക്കും, ഞാൻ നിങ്ങളോട് സാക്ഷ്യം ഉറപ്പിച്ചു പറയുകയാണ്, അന്നീ ഖദ് ഗഫർതു ലഹും, ഞാൻ ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്തു കൊടുത്തിട്ടുണ്ട്. ഫതഖൂലുൽ മലായിക, അപ്പോൾ മലായികത്ത് പറയുമത്രേ, യാ റബ്ബി ഫുലാനുൻ കാന യർഹഖ് വ ഫുലാനുൻ വ ഫുലാന ഖാൽ, അപ്പോൾ മലായികത്ത് പറയും, അല്ലാഹുവേ, അവരിൽ ഇന്ന ഇന്ന ആളുകളുണ്ട്, ഇന്ന ഇന്ന പുരുഷന്മാരുണ്ട്, ഇന്ന ഇന്ന സ്ത്രീകളുണ്ട്, അവർ ഇന്ന ഇന്ന ധിക്കാരം ചെയ്ത ആളുകളാണ്, ഇന്ന പാപങ്ങൾ ചെയ്ത ആളുകളാണ്. അപ്പൊ അല്ലാഹു പറയും, ലഖദ് ഗഫർതു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമാ മിൻ യൗമിൻ അക്സറ അതീഖിൻ മിനൻ നാരി മിൻ യൗമി അറഫ, അറഫ ദിനത്തേക്കാൾ അധികമായി നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്നവർ ഉള്ള വേറൊരു ദിവസവുമില്ല. അപ്പൊ നരകമോചനം ലഭിക്കപ്പെടുന്ന, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്ന, പാപമോചനം നൽകപ്പെടുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു ദിവസമാണിത്, യൗമു അറഫ എന്നുള്ളത്. 87ാമത്തെ ചോദ്യം, ഹൽ യുസന്നു ലിൽ ഹാജി സൗമു യൗമി അറഫ, അറഫ ദിനത്തിൽ ഹാജിക്ക് നോമ്പ് പിടിക്കൽ സുന്നത്തുണ്ടോ? ഹാജിയെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം നോമ്പെടുക്കൽ സുന്നത്തില്ല. എന്നാൽ ബൽ അലൈഹി അൻ യതഫറഗ ലിദ്ദുആ, ദുആഇന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അവൻ ചെയ്യേണ്ടത്. അങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിന് ഊർജ്ജം ലഭിക്കുന്ന രീതിയിൽ അവൻ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. എന്നാൽ വലാ യഹ്തമു ബിൽ അക്ലി വശുർബ്, ഭക്ഷണത്തിനും പാനീയത്തിനും അത്തരം പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതും പാടില്ല. പലപ്പോഴും അങ്ങനെ നടക്കലുണ്ട്, ഭക്ഷണത്തിന്റെ പിന്നാലെ തന്നെ കൂടുക എന്നുള്ള രീതിയുണ്ട്. അത് കാരണം സുഭിക്ഷമായ ധാരാളം ഭക്ഷണം ഉണ്ടാവും, അതിന് പിന്നാലെ പോവുക എന്നുള്ളതും പാടില്ലാത്തതാണ്. വഇന്നമാ അലൈഹി അൽ ഇഹ്തിമാമു ബിദ്ദുആഇ വത്തഹ്ലീൽ, ദുആഇന് പ്രാധാന്യം കൊടുക്കുക, തഹ്ലീലുകൾ വർദ്ധിപ്പിക്കുക. ഫഇന്നഹു യൗമുൽ മുബാഹാത്ത്, കാരണം അത് മുബാഹാത്തിന്റെ ദിവസമാണ്. അല്ലാഹു ഈ അടിമകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മലായികത്തിനോട് അഭിമാനം കൊള്ളുന്ന ദിവസമാണ്. അപ്പോ അവർ ഭക്ഷണം കഴിക്കുന്നത് അല്ല ചൂണ്ടിക്കാണിക്കുന്നത്, അവർ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അഭിമാനം കൊള്ളുന്നത്. ഫഖദ് ജാഅ ഫിൽ ഹദീസ് അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിക അല്ലാഹു ഫീഹി അബദൻ മിനൻ നാരി മിൻ യൗമി അറഫ. ആദ്യം പറഞ്ഞിരിക്കുന്ന ഹദീസ് തന്നെയാണ്. അറഫ ദിനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള വേറെ ദിവസവുമില്ല. വ ഇന്നഹു ലയദ്നു, കാരണം അല്ലാഹു അവരിലേക്ക് അടുത്തു വരും. സുമ്മ യുബാഹി ബിഹിമുൽ മലായിക ഫയഖൂലു മാ അറാദ ഹൗല, എന്നിട്ട് അവരോട് ചോദിക്കുമെന്നാണ്, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, അവരുടെ ഉദ്ദേശങ്ങൾ എന്താണ്. 88ാമത്തെ ചോദ്യം ഈ വിഷയത്തിൽ അവസാനത്തെ ചോദ്യവുമാണ്. മതാ യൻതഹി അൽ ഹാജ്ജു യൗമ അറഫത മിൻ അദ്ദുആ, ദുആയിൽ നിന്ന് അറഫ ദിനത്തിൽ ഹാജി വിരമിക്കുന്നത് എപ്പോഴാണ്? വിരമിക്കുന്നത് അറഫ ദിനത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതിനോട് കൂടെയാണ് അവൻ എന്ത് ചെയ്യേണ്ടത്, വിരമിക്കേണ്ടത്. സൂര്യൻ അസ്തമിക്കുന്നതുവരെയും ഈ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കണം. ഫഹീനഹാ യൻശഗലു ബിത്തൽബിയതി മിൻ ജദീദിൻ വയതഹറകു നഹവ മുസ്ദലിഫ, അങ്ങനെ എന്ത് ചെയ്യുക, അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തൽബിയത്ത് പുനർ ആരംഭിക്കുക, എന്നിട്ട് മുസ്ദലിഫയിലേക്ക് നടന്നു നീങ്ങുക. ശ്രദ്ധിക്കേണ്ട കാര്യം, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ഹാജിമാരെ അറഫയിൽ നിന്ന് ഒഴിപ്പിക്കും, തിരക്ക് പരിഗണിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അങ്ങനെ നീങ്ങേണ്ടി വന്നാലും പ്രാർത്ഥന എന്ത് ചെയ്യാൻ പാടില്ല, കൈവിട്ട് കളയാൻ പാടില്ല. പലപ്പോഴും ആളുകൾ പല കാര്യത്തിൽ ഷുഗലാകും. കാരണം വലിയ ഭാണ്ഡക്കെട്ടുകളായിട്ടായിരിക്കും ചിലപ്പോൾ ചില ആളുകൾ വരിക. ഏറ്റവും കുറഞ്ഞ കാര്യങ്ങൾ ബാഗിൽ എടുക്കുക, എന്നിട്ട് അത് എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, യാത്ര തുടരുക. അവിടുന്ന് യാത്ര പുറപ്പെടുന്ന നേരത്ത് പിന്നെ കാര്യങ്ങൾ എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഷുഗലാകുന്ന രീതി ഉണ്ടാകാതെ എന്ത് ചെയ്യുക, അവസാനത്തെ സമയമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം. അതുകൊണ്ട് അസ്തമയം വരെയും പ്രാർത്ഥനയിൽ തുടരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നല്ല രീതിയിൽ ഒരുങ്ങി തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട്. അൽ ഹജ്ജു അറഫ എന്നാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണ്. അറഫയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി, അറഫയിൽ നിൽക്കല് ഹജ്ജിന്റെ റുക്നാണ്. അത് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്തു, തീർന്നു. അതിന്റെ സമയം ആരംഭിക്കുന്നത്, സംശയം ചോദിച്ചിട്ടുണ്ടായി കഴിഞ്ഞ ദിവസം, അത് സമയം ആരംഭിക്കുന്നത് എപ്പോഴാണ്? ദുഹർ, അറഫയുടെ ദുഹർ മുതൽ അതിന്റെ അവസാനം പെരുന്നാൾ ദിവസത്തിന്റെ സുബ്ഹിനോട് സുബ്ഹ് വരെയാണ്, ഫജ്ർ സാദിഖ് വെളിവാകുന്നത് വരെയാണ്. ഇതിൽ ഈ സമയത്തിനിടയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരാൾ നിന്നാൽ എന്തായി,
അറഫയിൽ നിൽക്കുക എന്നുള്ളത് റുക്കിന് വീടും. എന്നാൽ സുന്നത്തായ രീതി ഏതാണ്? ഈ പറയുന്ന രീതിയിൽ ഉച്ചയ്ക്ക് ശേഷം നിന്ന് മഗ്രിബ് വരെയും അവിടെ തന്നെ നിൽക്കുക. മഗ്രിബ് വരെയും നിൽക്കൽ വാജിബാണ്, നിർബന്ധമാണ്. ഏതെങ്കിലും കുറച്ച് സമയം നിന്നാലും റുക്കിന് വീടും. വാജിബ് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മഗ്രിബ് വരെയും നിൽക്കണം. ഇനി ഒരാൾക്ക് അതിന് സാധിച്ചില്ല, രാത്രി നിന്നാലും എന്താണ്? അറഫയിൽ നിന്നു എന്നുള്ളതായ ആ റുക്കിന് വീടുന്നതാണ് എന്നുള്ളതാണ്. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമലുകൾ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم فاستغفروا إنه هو الغفور الرحيم.